വിശ്വാസമായിട്ട് പറയുന്നതായിട്ട് ആവശ്യമാണ്. മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും പട്ടക്കാരൻ്റെ പിന്നാലെ വിശ്വാസം ഏറ്റു പറയുന്നു. ഇപ്പോൾ കുഞ്ഞിൻ്റെ ജ്ഞാനമാതാപിതാക്കൾ, അതായത് കുഞ്ഞുങ്ങളുടെ ഇടത്ത കൈ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രാർത്ഥന എൻ്റെ വിശ്വാസം എൻ്റെ പിന്നാലെ ഏറ്റു ചൊല്ലണം. മാമോദീസ മുഴുകുന്ന ഞാൻ സാത്താനെയും അവൻ്റെ സകല ദൂതന്മാരെയും അവൻ്റെ സകല സൈന്യങ്ങളെയും ഇനി വലത്തെ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ വലത്തെ കൈ പിടിച്ച് മാമോദീസ മുഴുകുന്ന ഞാൻ മശിഹാ തമ്പുരാനെ നിന്നെയും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ തവണ നാം ഒരുമിച്ച് കൂടിയ സമയത്ത് ചിന്തിച്ച അതേ കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും ചിന്തിച്ച് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഏറ്റവും ഗൗരവമായ ചില ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ആ സംസാരിച്ചു പോയ കാര്യങ്ങൾ പിന്നത്തേതിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ മെസ്സേജിൻ്റെ അടിയിൽ നമ്മുടെ അച്ഛൻ തന്നെ 1-2 കമൻസ് എഴുതിയിരുന്നു. ആ കമൻസ് ഞാൻ ഇത്തിരി താമസിച്ചാണ് കണ്ടത്. എനിക്ക് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ ലേറ്റായിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. നമ്മൾ യൂട്യൂബിൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ അച്ഛൻ കമൻ്റ് എഴുതിയിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ഞാൻ പിന്നത്തേത് നോക്കിയപ്പോൾ കണ്ടത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതിനൊരു മറുപടി പറയേണ്ട കാര്യങ്ങളാണല്ലോ. അദ്ദേഹം ഒരു ബഹുമാനനായ പുരോഹിതനാണ്. അവിടെ നമുക്ക് മറുപടി പറയുന്നതിനൊക്കെ പരിമിതിയുണ്ട്. കണ്ടമാനം എഴുതാനൊന്നും അവിടെ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ സംവിധാനത്തിലൂടെ അടുത്ത ദിവസം സംസാരിക്കുമ്പോൾ മറുപടി പറയാമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ ഒരു ചുരുക്കെഴുത്ത് അവിടെ കൊടുത്തു. അച്ഛന് അത് തൃപ്തികരമാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് കുറച്ചുകൂടി അത് വിശദീകരിച്ച് പറയാമെന്ന് ചിന്തിക്കുന്നത്. അതായത് അച്ഛൻ്റെ കമൻസിൽ ആദ്യത്തെ കമൻ്റ് എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മുഴുവനും സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് കാടടച്ച് വെടിവെക്കാതെ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ 2000 വർഷത്തെ രീതികളെ നേരിട്ട് നിരാകരിക്കുന്ന ഒരു വാക്യമെങ്കിലും ഉണ്ടോ, അതായത് ബൈബിളിലുണ്ടോ എന്ന് എൻ്റെ ചോദ്യത്തിന് ശ്രീമാൻ പാസ്റ്റർ ഒരു മറുപടിയും തന്നില്ലെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കമൻറ്റിലെ ആദ്യ ഭാഗം. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ പറയുന്നത്, മുതിർന്നവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ അഥവാ മാമോദീസ നൽകാവൂ എന്ന ഒരു വാക്യമെങ്കിലും കാണിക്കൂ. അതിന് ശ്രമിക്കാതെ കുറേ ബൈബിൾ വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് പാസ്റ്റർ ജി ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ഞാൻ ഈ വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ. വേദപുസ്തകത്തിലെ കുറേ വാക്യങ്ങളെടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കലായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത്. കൃത്യമായിട്ട് ഈ കാര്യത്തിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുകയോ അതിന് മറുപടി കൊടുക്കുകയോ ചെയ്തില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അച്ഛൻ നമ്മുടെ ആ വീഡിയോ ഇങ്ങനെ അല്പാൽപമായിട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങനെ ഓടിച്ചൊന്ന് നോക്കിക്കാണും. അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടില്ല. പകരം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്തതോ ഒക്കെ ആയ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. ശരിക്കും ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത പലരും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിൽ പലരും കേട്ടതാണ് ഞാൻ കൃത്യമായി മറുപടി കൊടുക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ 2 ഭാഗത്തായിട്ട് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുടക്ക സമയത്ത് 17ാമത്തെ ഒരു മിനിറ്റിലും പിന്നീട് 37ാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോഴും അതിന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ മറുപടി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് അതൊന്ന് കേൾപ്പിക്കാം. അത് 1 മിനിറ്റോ മറ്റോ വരുവുള്ളൂ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. അച്ഛനും അത് കേൾക്കട്ടെ, ഞാൻ മറുപടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അത് കേട്ടിട്ട് വിശദീകരണത്തിലേക്ക് പോകാം.
പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടും ജനനം നടക്കുന്നത്. പാപിയായൊരു മനുഷ്യൻ, ശ്രദ്ധിക്കണം, അച്ഛൻ്റെ ചോദ്യം എന്താ? കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കരുതെന്ന് വാക്യമുണ്ടോ എന്ന്. അപ്പം ഞാനതിന് മറുപടി തുടക്കത്തിലേ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വാക്യമില്ല, കൊടുക്കരുതെന്നും വാക്യമില്ല. മുതിർന്നവർക്ക് കൊടുക്കണമെന്നും വാക്യമില്ല, മുതിരാത്തവർക്ക് കൊടുക്കണമെന്നും വാക്യമില്ല. അങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിൽ എഴുതാത്ത കാര്യം പറഞ്ഞാൽ അച്ഛൻ അടിമേടിക്കേണ്ട ആവശ്യമില്ല, ഞാനും അടിമേടിക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധി കണക്ക് പറയേണ്ടതാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അരുതാത്ത വാക്കുകളൊന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് തന്നെ പറയണമല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞു. അച്ഛൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത് എന്താ? ചോദ്യങ്ങളിൽ ഏറ്റവും ഗൗരവമായ ചോദ്യങ്ങളാണ്. കൊച്ചു കുട്ടികൾക്ക് മാമോദീസ കൊടുക്കരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അതിന് തക്കതായ വാക്യമുണ്ടോ? അല്ല, മുതിർന്നവർക്കാണ് സ്നാനം കൊടുക്കേണ്ടത് അഥവാ മാമോദീസ കൊടുക്കേണ്ടതെന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? ഇതാണ് രണ്ട് പ്രധാന ചോദ്യം. അതിനോട് ചേർത്ത് പറഞ്ഞതാണ്, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെ തടയുന്നതായിട്ട് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ എന്തെങ്കിലും വാക്യങ്ങളുണ്ടോ? ഇതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് അച്ഛൻ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ വളരെ കൃത്യതയോടെ ഏതാണ്ട് ഒരു 1/2 മിനിറ്റ് വരുന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വാക്യമില്ല, കൊടുക്കരുതെന്നും വാക്യമില്ല. ഇത് രണ്ടും ഇല്ലെന്നുള്ള കാര്യം പറയാൻ എനിക്ക് തോന്നുന്ന 1/2 മിനിറ്റ് എടുത്ത് കാണുമെന്നാണ് തോന്നുന്നത്. അതാണ് അച്ഛന് മനസ്സിലാകാതെ പോയത്. നമ്മുടെ ഉത്തരം ലഘുവായിരുന്നു, ഷോർട്ടായ ഉത്തരവാണ്. വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത്, സംശയത്തിനൊന്നും ഇടയില്ല. ആ പ്രസംഗത്തിൻ്റെ 17ാമത്തെ മിനിറ്റിൽ ഇതിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത്തിരി വിശദീകരിച്ച് അവിടെ പറയുന്നുണ്ട്. അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കേട്ടത്. അങ്ങനെ വാക്യമില്ല. ഇനി അതിനകത്ത് വേറെ തർക്കത്തിൻ്റെ വിഷയമില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കണമെന്ന് ഒരു പത്രോസും പറഞ്ഞിട്ടില്ല, ഒരു യോഹന്നാനും പറഞ്ഞിട്ടില്ല. കൊടുക്കരുതെന്നും അവരാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 1/2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂറിലധികം പ്രസംഗിച്ചത് എന്താ? ആ പ്രസംഗിച്ചത് അച്ഛന് വേണ്ടിയിട്ടല്ല. അച്ഛനുള്ള മറുപടി 1/2 മിനിറ്റിൽ തീർന്നു. പിന്നീട് പ്രസംഗിച്ചത് അതായത് സ്ഥലത്തെ ഓർത്തഡോക്സ് പ്രമുഖർക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഓർത്തഡോക്സുകാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടുകൊള്ളട്ടെ, ഏതെങ്കിലും പെന്തിക്കോസ്തുകാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടുകൊള്ളട്ടെ. അത് മാത്രമല്ല, ഈ പറയപ്പെട്ട കൂട്ടങ്ങളിൽ നിന്നൊക്കെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട് ഇന്നും ഓർത്തഡോക്സിൻ്റെ മണം പോകാത്ത പെന്തിക്കോസ്തുകാരുണ്ട്. അത്തരക്കാർക്കും വേണമെങ്കിൽ കേട്ടുകൊള്ളട്ടെ എന്നോർത്താണ് പിന്നീടുള്ള സമയങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അച്ഛൻ തെറ്റിദ്ധരിച്ചു. ചുമ്മാ കുറേ വാക്യങ്ങളെടുത്തു, കാടടച്ചു, വെടിവെച്ചു, പീരങ്കി ഇറക്കി എന്നൊക്കെ. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. അച്ഛനോടുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് പറയാനുണ്ടായ സാഹചര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യം നമുക്ക് വചനത്തിൽ നിന്ന് ഒരളവിൽ സ്ഥാപിക്കാൻ കഴിയും, വളരെ കൃത്യമായിട്ട് സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ സാമാന്യം ഗ്രഹിക്കാൻ കഴിയുന്ന ആർക്കും ഗ്രഹിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. അതിനാണ് ഞങ്ങൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്നങ്ങ് തുടങ്ങിയത്. വീണ്ടും ജനനം, വീണ്ടും ജനനം ഇതെല്ലാമായിട്ട് റിലേറ്റഡ് അല്ലേ? ഇത് തമ്മിൽ റിലേറ്റഡാണ്. വീണ്ടും ജനനവും മാമോദീസയും ചേർത്ത് നിർത്തി പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുളഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്നും 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യവും മുൻനിർത്തി സംസാരിച്ചു പോയത്. അത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ബൃഹത്തായൊരു സബ്ജക്റ്റാണ്, അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അതിലേക്ക് കടന്നു പോകാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ എൻ്റെ മേൽ ആരോപിച്ച കുറ്റാരോപണം നിലനിൽക്കില്ലെന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറയുകയാണ്. സാമാന്യം ഈ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന എല്ലാവരും അതിൽ യോജിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. അത് കഴിഞ്ഞ് അച്ഛൻ്റെ 2ാമത്തെ കമൻസിൽ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവിനെ നിഷേധിക്കുവാനോ അവിശ്വസിക്കുവാനോ നാം ആരാണ്? അതായത് അച്ഛൻ ചോദിക്കുന്ന നാം എല്ലാം ആരാണ്? കർത്താവ് പറഞ്ഞു വെച്ച കാര്യമാണ്. ആ കാര്യത്തിന് മാറ്റമില്ല. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ അച്ഛൻ്റെ ഈ കമൻസിനടിയിൽ ആരൊക്കെയോ വന്ന് എഴുതി, അച്ഛൻ്റെ പള്ളിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര വിശ്വാസികളാണോ എന്ന് എഴുതി. അതൊക്കെ ഏതോ കുബുദ്ധികളാണ്. അതായത് ഈ പാവം പിടിച്ച അച്ഛനെ കുരുക്കിലാക്കാൻ വേണ്ടിയുള്ള കുരുട്ട് ചോദ്യങ്ങളല്ലേ അത്. അച്ഛൻ്റെ പള്ളിയിൽ 56 ദിവസം പ്രായമായ കൊച്ചിന് വിശ്വസിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായാലും അച്ഛൻ അതിന് തരാനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ: കഴിയും. കാരണം വളരെ കൃത്യമായിട്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അച്ഛൻ്റെ എഴുത്തിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവ് പറഞ്ഞാൽ ഉവന്നാണല്ലോ. ഉവെന്ന് പറഞ്ഞാൽ ഉവന്ന.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, താങ്കൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് മനസ്സിരുത്തി വായിക്കുക. മനസ്സിരുത്തി വായിക്കുക. കൂടാതെ മർക്കോസ് 9:37 നല്ല നിലയിൽ പഠിക്കൂ. എന്നിട്ട് ഈ വേദവിപരീതം പഠിപ്പിക്കുന്നതൊക്കെ അവസാനിപ്പിക്കൂ. മിസ്റ്റർ വേദവിപരീതി അഥവാ പാഷാണ്ഡൻ, പാഷാണ്ടീന്നോ എങ്ങനെ വേണേലും വിളിക്കാം. പാഷാണ്ഡതയാണല്ലോ നമ്മൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാഷാണ്ഡത പറയുന്നൊരു ഒരു ഒരു പാസ്റ്റർജിയാണ് ഞാൻ. അങ്ങനെയാണ് അച്ഛൻ എനിക്ക് ഒരു തുല്യം ചാർത്തി തന്നിരിക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ എനിക്ക് തുല്യം ചാർത്തി തന്നിരിക്കുന്നത്. അപ്പം സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച് അല്പമായിട്ട് ചില കാര്യങ്ങളൊന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചത്തേൻ്റെ ബാലൻസ് കാര്യത്തിലേക്ക് കയറാം. ഇത് ഒരിത്തിരി ദീർഘമായി പറയേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറേ വാക്യങ്ങളിലേക്കൊന്ന് പോകണം. കുറേ വാക്യങ്ങളിലേക്ക്. ചില തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഇത് അച്ഛൻ പറയുന്ന പോലെ കൊല്ലം കുറേയായി. 2000 എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. 2000 എന്നൊന്നും പറഞ്ഞാൽ യോജിക്കില്ല. കാരണം ഒരു 1700 വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ടിൽ നമ്മളിന്ന് കാണുന്ന പോലെ ക്രിസ്ത്യാനിറ്റിക്ക് അത്രമേലൊരു അപജയം വന്നിട്ടില്ല. ഒരു 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഓന്തിൻ്റെ നിറം മാറുന്നു എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ പല നിറത്തിലും പല കളറിലും, അല്ലേ, പല കളറല്ലേ. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. യാക്കോബായിൽ ഒരു മെത്രാൻ വരുന്നത് നോക്ക്, ഓർത്തഡോക്സിൽ ഒരു മെത്രാൻ വരുന്നത് നോക്ക്, കാത്തലിക്കിൽ ഒരു മെത്രാൻ വരുന്നത് നോക്ക്, മർത്തോമയിൽ ഒരു മെത്രാൻ വരുന്നത് നോക്കി. എല്ലാം പല കളറാണ്. ഒരു കളറല്ല, പല കളറാണ്. അങ്ങനെ കളറുകൾ മാറിപ്പോയി. ഇവരെല്ലാം പറയുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പഠിക്കാൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ ഈ 2 ദിവസമായിട്ട് ഇരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടു സഹോദരങ്ങളായ നിങ്ങളുമൊക്കെ ആയിട്ടൊന്ന് പങ്കുവെക്കാം. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഏതെങ്കിലും സത്യാന്വേഷികളായ ഓർത്തഡോക്സുകാർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അവരും കേട്ടുകൊള്ളുക. മിച്ചം ഞാൻ പറഞ്ഞ പെന്തിക്കോസുകാരുണ്ടല്ലോ, അത്തരക്കാർ, അവർക്കും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാം. നമുക്ക് തുറക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യമാണ് അച്ഛൻ പറഞ്ഞത്. മത്തായി 18:6. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 6. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ വാക്യത്തിൽ നിന്നൊക്കെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വീണ്ടും നമ്മൾ ആ ഭാഗം ഒന്നുകൂടെ എടുത്ത് പ്രസംഗിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, മത്തായി 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് അച്ഛൻ വായിക്കാനും പഠിക്കാനും പറഞ്ഞത്. അതിന് പ്രകാരം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കീ പിടികിട്ടത്തുള്ളൂ. അപ്പോൾ 18:6 നമ്മൾ കാണുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്ന അവന് നന്ന് എന്ന് പറഞ്ഞാണ് ആ വാക്യം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ കാണുന്നത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ, അവിടെയാണ് കോംപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം തുറക്കുമ്പോൾ ഈ 6-ാം വാക്യമല്ല ആദ്യം വായിക്കുന്നത്, 1-ാം വാക്യമാണല്ലോ വായിക്കുന്നത്. ഈ 18-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക് വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതേ കാര്യം തന്നെ നമ്മൾ ലൂക്കോസിലേക്കും പിന്നെ മർക്കോസിലേക്കും ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഉണ്ട്. അവർ തങ്ങളിലൊരു ചെറിയ കലഹമുണ്ടായി. ശിഷ്യന്മാർ തങ്ങളിൽ ഒരു ചെറിയ ഭിന്നതയോ ഒരു വാഗ്വാദമോ അങ്ങനെ പലതും ഉണ്ടായി. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉടലെടുത്തു. അപ്പോൾ അങ്ങനെ ആ ചിന്ത വന്നതിന് ശേഷം അവർ തമ്മിൽ സംസാരിച്ച കാര്യം കർത്താവ് അറിഞ്ഞു, ഗുരു അറിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണ്. ആരാ വലിയവൻ എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് ഇന്നയാളാ വലുത് അല്ലെങ്കിൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. അതിന് പകരം മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? അവനൊരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. അപ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന ആരുടെയോ കുഞ്ഞുങ്ങളെ, എനിക്ക് തോന്നുന്നു ഒരു 4, 5, 10 വയസ്സിൽ താഴെയുള്ള, അതാണല്ലോ ശിശു എന്ന് നമ്മൾ പറയുന്നത്. തീരെ പൈതൽ എന്നുള്ള അർത്ഥത്തിലല്ല ചിന്തിക്കുന്നത്. കാരണം അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും 56 ദിവസം പ്രായമായ 56 ദിവസം പ്രായമായ കൊച്ചേതായാലും നടന്നു വന്ന് നടുവിലൊന്നും നിൽക്കില്ല. അപ്പോൾ അത് ഒരു 3 വയസ്സിന് മുകളിലേക്കാണെന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ബോധ്യം. ഇപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം കേട്ടോ.
എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ബോധ്യമാണ് പറയുന്നത്. 3 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ഒരു കുഞ്ഞിനെ അടുക്ക നിർത്തിയിട്ട്, അതൊരു ശിശുവാണല്ലോ, അതിനെ അടുക്ക നിർത്തിയിട്ട് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. ഇനി കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തിരിഞ്ഞ് എന്താകണം? നിങ്ങൾ തിരിഞ്ഞ് ശിശു ആകണം, അല്ലേ? അങ്ങനെയല്ലല്ലോ, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം. അങ്ങനെയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം. ശിശു ആകാനല്ല പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. ഇത് മത്തായിയുടെ സുവിശേഷമാണ്. ലൂക്കോസിലായിരുന്നേ പറഞ്ഞേനെ, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കില്ലെന്ന് അവിടെ പറഞ്ഞേനെ. അപ്പോൾ ഈ കുഞ്ഞിനെ അടുക്ക നിർത്തിയിട്ട് കർത്താവ് അത്രയും പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിത്തീരണമെന്ന്. എങ്ങനെയാ? നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിത്തീരണം. അത് കഴിഞ്ഞിട്ട് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. സഹോദരങ്ങളെ, ഈ 4-ാം വാക്യത്തിൻ്റെ ഒരു കൃത്യമായ ആൻസർ നമ്മുടെ ഇടയിൽ പറയാനായിട്ട് ആളുകൾക്ക് കഴിയുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പറയില്ലെന്നല്ല, അതായത് സാധാരണ ആളുകൾക്ക് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും 4-ാം വാക്യം. 4-ാം വാക്യത്തിൻ്റെ ഒരു ഗൗരവം എന്തെന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമ്മുടെ അച്ഛനും നമ്മളും തമ്മിൽ പിണങ്ങുന്നത്. അയ്യോ, പിണക്കമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ചെറിയ ഒരു നല്ല ഗ്യാപ്പ് വരുന്ന അവിടെയാണ്. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അപ്പോൾ ഇത് വായിക്കുന്ന ഒരാൾ എന്താ ചിന്തിക്കുന്നത്? ഈ ശിശു തന്നെത്താൻ താഴ്ത്തി എന്നാണ് സാധാരണ വായനക്കാരൻ അവൻ്റെ വായനയിൽ അവൻ വായിക്കുകയുള്ളൂ, അല്ലേ? സാധാരണ എഴുത്തച്ഛൻ്റെ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കും? ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. ശിശു തന്നെത്താൻ താഴ്ത്തി, അതുകൊണ്ട് നിങ്ങളും അതുപോലെ എന്ത് ചെയ്യണമെന്നാ? തന്നെത്താൻ താഴ്ത്തണമെന്നാണ് പലരും വായിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അർത്ഥം അതാണോ സഹോദരങ്ങളെ? നിങ്ങൾ ഈ വിഷയങ്ങൾ ഭാവന കാണണം. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരിക്കുന്നു. അവിടെ ഒരു വാഗ്വാദം വരുന്നു. ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു. അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ചിന്തയെ കൃത്യതയോടെ അതിന് മറുപടി കൊടുക്കാൻ പാകത്തിന് കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ്. അവിടെ കൂടിയിരിക്കുന്ന ആരുടെയോ ഒരു കുഞ്ഞിനെ മുൻപോട്ട് വിളിച്ചു. ആ കുഞ്ഞിനെ നടുവിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. എങ്ങനെയാണ് പറയുന്നത്? 3-ാം വാക്യത്തിൽ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. ഏതോ യഹൂദന്മാരുടെ കുട്ടികളായത്, ശ്രദ്ധിക്കണം. 56 വയസ്സുള്ള കുഞ്ഞല്ല, 3 വയസ്സിന് മുകളിലുള്ള കുഞ്ഞായിരിക്കും. ആ കുഞ്ഞുങ്ങൾ ഏതോ യഹൂദൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നിർത്തിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകണമെന്ന്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. അതായത് ശിശു തന്നെത്താൻ താഴ്ത്തി എന്നാണോ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അതായത് ആ ശിശുവിൻ്റെ ഹൃദയ നൈർമല്യതയാണ് കർത്താവ് അവിടെ ഉയർത്തി കാണിക്കുന്നത്. ആ കുഞ്ഞൊരു നിഷ്കളങ്കനാണ്. ആ കുഞ്ഞിലൊരു കാപഢ്യമില്ല. അതായത് നമുക്ക് മനസ്സിലാവില്ല ഒരു കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ ഒക്കെ ഉള്ളൊരു കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന പോലെയാണോ നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തേക്കും കണ്ണിലേക്കൊക്കെ നോക്കുന്നത്? ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു നിഷ്കളങ്കതയും ഒരു ഹൃദയ നൈർമല്യവും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഇടയിൽ ഇപ്പോൾ 2 വയസ്സോ 3 വയസ്സുകാരുടെ ഇടയിൽ ഞാനാണോ വലുത് നീയാണോ വലുതെന്നൊരു ചിന്തയല്ലോ ഉണ്ടോ? അങ്ങനത്തെ ചിന്തയൊന്നും അവിടെ ഇല്ല. അവിടെ അങ്ങനത്തെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഇരട്ടക്കുട്ടികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഇരട്ടക്കുട്ടികൾ എത്ര സാഹോദര്യത്തോടു കൂടിയാണ് ഏതാണ്ട് 8-9 മാസം വസിച്ച് പിന്നെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരവിടെ വളരെ സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെയാണ് കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഞാനാണോ വലുത് നീയാണോ വലുതെന്നുള്ള അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അടുക്ക നിർത്തിയിട്ട് കർത്താവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ കുഞ്ഞിൻ്റെ മനോനിലയിലേക്ക്, ആ ഹൃദയ നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് 4-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞല്ല താഴ്ത്തുന്നത്, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യന്മാരും അല്ലെ കേൾവിക്കാരും ആയവരാണ് തന്നെത്താൻ താഴ്ത്തേണ്ടത്. താഴ്ത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ശിശുവിനെ പോലെ ആകും. നിങ്ങളെ തന്നെ താഴ്ത്തി ആ ശിശുവിനെ പോലെ ആകണമെന്നുള്ളതാണ് ആഹ്വാനം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ ശിശുവിനെ കൈക്കൊള്ളുന്ന കാര്യമല്ല. ആ ശിശുവിനെ കൈക്കൊള്ളുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. അതായത് ഇങ്ങനെ തന്നെത്താൻ താഴ്ത്തി ആ ശിശുവിനെ പോലെ ആയിത്തീരുന്ന ആ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ സംസാരം മുഴുവനും വിരൽ ചൂണ്ടുന്നത് യോഹന്നാൻ 3-ലേക്കാണ്. വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പിന്നത്തതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്കാണ് കർത്താവ് ഈ സംഭാഷണം കൊണ്ടുപോകുന്നത്. ആ സമയത്തെ സംസാരങ്ങളൊക്കെ നമുക്കറിയാം.
എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായിട്ടല്ല പറയുന്നത്. ചിലതൊക്കെ മറപൊരുളായിട്ടാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞില്ലേ, ഇപ്പം നീ ഒന്നും മറപൊരുളായിട്ടല്ല പറയുന്നത്, എല്ലാം സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന്. പിന്നീട് അതിനിടയ്ക്കൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങൾ ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. മനസ്സിലാക്കുക, ഈ വാക്യത്തിനിടയിൽ നിന്ന് അതിൻ്റെ അർത്ഥവും ഉത്തരവും തരംതിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ ആഴങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിലാണ് നമുക്ക് 18-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ തുറന്നു കിട്ടുന്നത്. അപ്പോൾ എന്താ 5-ാം വാക്യത്തിൽ പറഞ്ഞത്? ഇങ്ങനെയുള്ള ശിശുവിനെ എന്ന് പറഞ്ഞാൽ ആ അടുക്കെ നിർത്തിയിരിക്കുന്ന ഈ കുഞ്ഞിനെ നിങ്ങൾ അങ്ങ് കൈക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിലല്ല. കുഞ്ഞിനെ കൈക്കൊള്ളാം. ആ കുഞ്ഞിനോട് നമുക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ, കുഞ്ഞിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അങ്ങനെ ആർക്കുമില്ല. അത് അടുത്ത ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ. അച്ഛൻ ആ വാക്യം എടുത്തുകൊണ്ട് വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് പ്രിയരെ. 6-ാം വാക്യം കർത്താവ് ഈശോ മിശിഹ പറയാണ്, തന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഓർത്തഡോക്സുകാരെ പുരോഹിതന്മാർ കുഴിയിലിറക്കി വിടുന്നത്. അവിടെ പറയുന്ന ചെറിയവരെന്ന് പറയുന്നത് ഈ കൊച്ചു കുഞ്ഞിൻ്റെ കാര്യമല്ല. 56 ദിവസം പ്രായമായ കുഞ്ഞോ, 1.5 വയസ്സുകാരൻ കുഞ്ഞോ, 3 വയസ്സുകാരൻ കൊച്ചോ ഒന്നുമല്ല. അവിടെ പറയുന്ന ആ ചെറിയവരിലേക്ക് വെളിച്ചം വീശുമാറ് ചില വാക്യങ്ങളിലേക്ക് നമുക്ക് കിടക്കണം. അതിലേക്ക് വെളിച്ചം വീശുമാറ് ചില വാക്യങ്ങളിലേക്ക് കിടക്കണം. ഇതിൻ്റെ തുടർച്ചയെന്നോണം അതേ അധ്യായത്തിൻ്റെ 18-ന്റെ 10ഉം 11ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ കാണാം. അവിടെ എന്താ കാണുന്നത്? ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ പറയുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുന്ന കർത്താവ് അടുക്കെ നിർത്തി 56 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ കാര്യമാണോ? 56 ദിവസം പ്രായമായ കുഞ്ഞിനെ തുച്ഛീകരിക്കുന്നവൻ ഏതവനടാ? സഹോദരങ്ങളെ, എൻ്റെ അറിവിലെങ്ങും ഇല്ല 56 ദിവസം പ്രായമായ കുഞ്ഞിനെ തുച്ഛീകരിക്കുന്നവർ. ഇപ്പോൾ ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ അതിലൊക്കെ പെട്ടവർ അവരുടെ കുഞ്ഞുങ്ങളെ മാമോദീസയ്ക്ക് കൊണ്ടുപോകും. ആ പ്രായത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും അതിനെ തുച്ഛീകരിക്കാനായിട്ട് അവരാ ചെയ്യുന്ന പ്രക്രിയ അത് നിയമാനുസരണമല്ല, അതിന് വാലിഡിറ്റി ഇല്ല, നിലനിൽക്കുന്നതല്ല, വിശുദ്ധ തിരുവഴുത്തിൻ്റെ പിൻബലമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ഓർത്തഡോക്സുകാരൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ഓമനത്വമാണ്. ആ കുഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമല്ലേ, അല്ലെങ്കിൽ യഹോവ നൽകുന്ന ഉദരഫലമല്ലേ അത്? ആ കുഞ്ഞിൻ്റെ സൃഷ്ടാവാരാ? നാം പറയുന്ന സൈനികളുടെ ദൈവമായ യഹോവയാണ്. വലിയവനായ ദൈവമാണ് ആ കുഞ്ഞിൻ്റെ സൃഷ്ടാവ്. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ നിഷ്കളങ്കതയും ഞാൻ പറഞ്ഞതെല്ലാം അല്ലേ, അതിനെ കാണുന്ന തന്നെ ഒരു ആനന്ദമല്ലേ, ഒരു സന്തോഷമല്ലേ? അതിനെ തുച്ഛീകരിക്കാൻ ആരാ പോകുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ. എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. നമുക്ക് 1-2 വാക്യങ്ങളും കൂടെ വായിക്കാം അതിനോടനുബന്ധിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം 7:28. ലൂക്കോസ് 7:28 നമ്മൾ കാണുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവരാജ്യ സംബന്ധിയായ കാര്യമാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ഇവിടെയും നമ്മൾ ഒരു ചെറിയവനെ കാണുകയാണ്. ലിറ്റിൽ വൺ, ചെറിയവൻ. പ്രിയരെ, ഈ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ശിശു എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്കും ഈ ചെറിയവരെന്ന് കൊടുത്തിരിക്കുന്നതും 2 വാക്കുകളാണ്. ഇതിന് രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അച്ഛൻ അത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചു, ശിശുവിനെയും ചെറിയവനെയും കൂടെ ഒരുമിച്ച് വെച്ചു. ഇത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. അത് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും വെളിപ്പെട്ട് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ലൂക്കോസ് 7:28 നമ്മൾ കാണുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതായത് പഴയ നിയമത്തിൻ്റെ അവസാന കണ്ണിയാണ് യോഹന്നാൻ. പഴയ നിയമത്തിലെ സകല ഭക്തന്മാരെ നിരനിരയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ യോഹന്നാൻ നിൽക്കുന്നു. അവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന അനേകരുണ്ടല്ലോ. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ചെറിയവരും വലിയവരും ഉദ്ദേശിക്കുന്ന അവരുടെ ആത്മീയ നിലയനുസരിച്ചാണ് ഈ പറയുന്നത്, ചെറിയവരും വലിയവരും എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വന്ന് ആത്മീയ വളർച്ചയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവനെ, ലീസ്റ്റ് വൺ എന്നുള്ള നിലയിൽ ഈ ചെറിയവരിൽ ഒരുവൻ, ആ ഒരുവനെക്കുറിച്ച് എന്താ പറയുന്നത്? ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. അതായത് പഴയ നിയമ ഭക്തന്മാരെക്കാളും പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു പുതിയ നിയമ ഭക്തൻ്റെ നിലയാണ് കാണിക്കുന്ന നില.
അതായത് അവരുടെ സ്റ്റാൻഡേർഡ് കാണിക്കുകയാണ്. അതിലേറ്റവും ചെറിയവൻ പോലും അതിനേക്കാൾ വലിയവനാണെന്ന്. ഇവിടെ ശിശുവിൻ്റെ കാര്യമല്ല ഈ ചെറിയവൻ എന്ന് പറയുന്നത്, വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ വന്ന ഒരുവൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില വാക്യങ്ങളിലേക്കും കൂടെ നമുക്ക് മുന്നോട്ട് പോവാം. അതായത് 1 കൊരിന്ത്യർ ലേഖനം 3:1-2 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഭക്ഷണമല്ല പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. ഇവിടെ പറയുന്നത് എന്താ? ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ നിങ്ങളോട് സംസാരിക്കുന്നത്. കൊരിന്ത്യരോട് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ കേവല ശിശുക്കൾ മാത്രമാണ്. നമ്മൾ സുവിശേഷത്തിൽ കണ്ടത് എന്താ? ഒരു ശിശുവിനെ അടുക്കൽ നിർത്തി ആ ശിശുവിനെ പോലെ, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസിലേക്ക് എന്താ പറയുന്നത്? ആ ശിശുതുല്യമായ അവസ്ഥയെ ശ്ലാഘിക്കുകയാണോ ചെയ്തത്? അങ്ങനെ ശിശുവായിരിക്കുന്നവനെ ജഡികൻ എന്നാണ് വിളിക്കുന്നത്. വെറും ജഡികൻ എന്നാണ് പറയുന്നത്. അത് നല്ലൊരു പ്രശംസയല്ല, നല്ലൊരു അവസ്ഥയല്ല. ശിശുവായിരിക്കുന്നത് കേവലം ജഡികൻ എന്നാണ് വിളിക്കുന്നത്. എബ്രായ ലേഖനം 5:12 വരുമ്പോൾ, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനല്ല, നീതിയുടെ വചനത്തെങ്കിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായ ആഹാരം അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്നും, അടുത്ത എബ്രായ ലേഖനം 5:12-13 വാക്യങ്ങൾ. ഈ 2 ഭാഗത്ത് ശിശുക്കളെ കാണുന്നു. ആ 2 ശിശുക്കളും വീണ്ടും ജനിച്ച് ആത്മീയത്തിൽ വളരാത്തവരുടെ കാര്യമാണ് പറയുന്നത്. വീണ്ടും ജനിച്ചവരെങ്കിലും കാലം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കേണ്ടതായ മഞ്ഞും മഴയൊക്കെ ലഭിച്ചിട്ടും ഫലം പുറപ്പെടുവിക്കാത്ത, വളർച്ചയില്ലാത്ത ആ വ്യക്തികളെ ശിശുക്കളെന്ന് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയായ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല, നിങ്ങൾ ഇന്നും ശിശുക്കളല്ലയോ എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പം തുടക്കത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ആ വാക്യത്തിൽ നിന്ന് കണ്ടത്, ഇവിടെ പറയുന്ന ആ ചെറിയവരെന്ന് പറയുന്നത് കൊച്ചു കുട്ടികളുടെ കാര്യമല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂക്കോസ് 7:28 കണ്ടു, ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുമ്പോൾ അത് ദൈവരാജ്യത്തിൽ വന്ന വീണ്ടും ജനിച്ച ഒരുവൻ്റെ കാര്യമാണ് ആ പറയുന്നത്. ഒരു വാക്യോടെ നമുക്ക് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഒരു ഭാഗം പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ജനനവുമായി ബന്ധപ്പെട്ട കാര്യം കാണുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ വീണ്ടും ജനിക്കണമെന്നുള്ള കാര്യമൊക്കെ അവിടെയാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള കാര്യം 1-ാം അധ്യായത്തിൽ പറഞ്ഞ് തീർത്തിട്ട് 2-ാം അധ്യായം തുടങ്ങുകയാണ്. അങ്ങനെ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. അപ്പം ഇവിടെ വീണ്ടും ജനിച്ച ഒരു ശിശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് അദ്ദേഹത്തിൻ്റെ ശൈശവാവസ്ഥ, തുടക്ക അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തി പാല് കുടിക്കാൻ വാഞ്ചിക്കണമെന്നാണ് പറയുന്നത്. പാല് കുടിച്ച് അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുതെന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. പാല് കുടിച്ച് അവസാനിക്കരുത്, കട്ടിയായ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഭക്ഷിക്കണം, എങ്കിലേ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ പാകത്തിന്, എന്ന് വെച്ചാൽ കാര്യഗൗരവമായ കാര്യങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതിന് കട്ടിയായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, പഠിക്കണം, ഗ്രഹിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പത്രോസ് പറയുന്നത് എന്താ? ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ എന്നാണ് പറയുന്നത്. മത്തായി 18:6 നമ്മൾ കണ്ടത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ എന്നാണ് കാണുന്നത്. സ്ക്രീൻ വേണമെന്നില്ല രതീഷേ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ കണ്ടത്. പത്രോസ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, അതായത് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കാനാണ് പറയുന്നത്. വചനമെന്ന മായമില്ലാത്ത
പാല് കുടിക്കാനായിട്ടാണ് പത്രോസ് പറയുന്നത്. അപ്പം നമ്മുടെ അച്ഛൻ ഈ കമൻസിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാണ്? മത്തായി 18:6 മനസ്സിരുത്തി വായിക്കണം, കൂട്ടത്തിൽ മർക്കോസ് 9:37 കൂടെ വായിക്കണം. അതും പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 9:37 അത് നമ്മൾ വായിച്ചില്ലല്ലോ, വിട്ടുകളഞ്ഞല്ലോ അല്ലേ? മർക്കോസ് 9:37 നമ്മൾ വായിച്ചില്ല, അത് വിട്ടുപോയി. അതിലേക്ക് വരാം. മർക്കോസ് 9:37 വായിക്കുന്നതിന് മുമ്പ് അതിന് മുകളിൽ 33 മുതൽ താഴേക്ക് ഒരു പാരഗ്രാഫുണ്ട്. മർക്കോസ് 9:33 മുതൽ 37 വരെ നോക്കുമ്പോഴാണ് ഈ മത്തായി 18:1 മുതൽ 6 വരെ നമ്മൾ വായിച്ചതുപോലെ ഒരു കാര്യം നമുക്ക് തിരിഞ്ഞു കിട്ടുന്നത്. 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്തെന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു. അതായത് കർത്താവ് പിന്നെയും ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. തുടക്കത്തിൽ അവർ മിണ്ടാതിരിക്കുകയാണ്. മത്തായിൽ വരുമ്പോൾ അവരത് ചോദിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ അവരൊന്നും പറയുന്നില്ല. അവൻ ഇരുന്ന് പന്തിന് വരെയും വിളിപ്പിച്ചു. അതായത് കർത്താവ് പിന്നത്തേതിൽ തൻ്റെ ശിഷ്യന്മാരെ വിളിപ്പിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണമെന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ അടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, അതായത് ഒരു കുഞ്ഞിനെ അവരുടെ നടുവിലേക്ക് വിളിച്ച് നിർത്തിയിട്ട്, അതാണ് മത്തായിൽ വായിച്ചത്, സെയിം കാര്യം തന്നെ. ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അതായത് ഈ കാര്യം നമ്മൾ അക്ഷരികമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞിനെ 56 ദിവസം പ്രായമായൊരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ കൈക്കൊള്ളാൻ പറയുന്നു. ഈ കുഞ്ഞിനെ കൈക്കൊള്ളുകയാണെങ്കിൽ എന്നെ കൈക്കൊണ്ടു എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ അതാണോ അതിൻ്റെ ഉത്തരം? നമ്മളിപ്പോൾ കണ്ട ഈ ശിശു എന്നൊക്കെ പറയുമ്പോൾ ആ ശിശുവിനെ കുറിച്ചൊക്കെയുള്ള ഉത്തരം നമുക്ക് കിട്ടിയില്ലേ? ഈ ചെറിയവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയവരെന്ന് പറയുന്നത് വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിലേക്ക് വന്ന ഒരുവനെയാണെന്നുള്ളത് നമുക്ക് ഈ വചനത്തിലൂടെ സ്പഷ്ടമായിട്ട് മനസ്സിലാകുകയാണ്, വളരെ കൃത്യതയോടെ മനസ്സിലാകുകയാണ്. അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പാകത്തിന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് 7:28 പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ മത്തായി 11:11 പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ചെറിയവൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെ നിർത്തിയിട്ട്, അല്ലെ പഴയ നിയമ വിശുദ്ധന്മാരെ നിരനിരയായി നിർത്തി അതിൻ്റെ ഒടുവിൽ യോഹന്നാൻ നിൽക്കുന്നു. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും, അതായത് യോഹന്നാനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനെന്ന് പറയുന്നു. അതൊരു കൊച്ചു കുഞ്ഞിനെ ഉദ്ദേശിച്ചിട്ടാണോ കർത്താവ് പറഞ്ഞത്? ഒരിക്കലുമല്ല. ഒരു കുഞ്ഞിനെ കാണിച്ചിട്ടാണ് പറഞ്ഞത്. അത് സത്യമാണ്. അത് പൊരുൾ തിരിച്ചറിയേണ്ടവർക്കേ തിരിച്ചറിയാൻ കഴിയും. അല്ലാത്തവരെല്ലാം അങ്ങനെ കുഞ്ഞാണെന്ന് വിചാരിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് മാമോദീസ കൊടുക്കും, കുഞ്ഞ് വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയവരല്ലേ? നമ്മൾ വേറെ വല്ല ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വന്നവരാണോ? നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതാണ്. നമ്മുടെ കയ്യിൽ ഈ 1 മാസം പ്രായമായ കുഞ്ഞിരിപ്പുണ്ടായിരുന്നു, അതിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിലാണ് എന്തെങ്കിലുമൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് നമുക്കറിയാമേലേ? ഈ പറയുന്ന സമയത്ത് യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ, യേശുക്രിസ്തുവിൻ്റെ ബലിമരണം മൂലം പാപമോചിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 56 ദിവസം പ്രായമായ കുഞ്ഞിന് അത് ഗ്രഹിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഈ വലിയ സമൂഹം നോക്കണം. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആകട്ടെ, ഓറിയൻ്റൽ ഓർത്തഡോക്സ് ആകട്ടെ, ഇനി കാത്തലിക് എന്ന് പറയുന്ന മുഴുലോകത്തെയും വലിയ പുള്ളികൾ, കേമന്മാരെന്ന് പറയുന്ന ഇവരെല്ലാം എടുക്കുന്ന ഈ മത്തായി 18:6 പറഞ്ഞിട്ടായി പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ, അവിടെ ചെറിയവരെന്ന് പറയുന്നൊരു കൊച്ചു കുഞ്ഞാന്നാണ് അവർ സങ്കല്പിക്കുന്നത്. ആ സങ്കല്പത്തിൽ തട്ടി, അല്ലെങ്കിൽ ആ വചനത്തിൽ തട്ടി മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. കാലും പൊട്ടി മൂക്കും പൊട്ടി എല്ലാം പൊട്ടിക്കിടക്കുകയാണ് എല്ലാവരും. ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ 11-ാം അധ്യായത്തിലെ ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 11-ാം അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അതായത് ശിഷ്യന്മാരെയും പറഞ്ഞു വിട്ടു, കർത്താവും സഞ്ചരിച്ച് പ്രസംഗിക്കുകയാണല്ലോ. പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ച് വന്നിട്ട് തൻ്റെ പ്രസംഗമാകട്ടെ വീര്യപ്രവർത്തികളാകട്ടെ അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടത്തെക്കുറിച്ചാണ് 20-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ വരുന്ന ഒരു പാരഗ്രാഫ് അവിടെ. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ, കർത്താവ് പ്രസംഗിച്ചതും വീര്യപ്രവർത്തികൾ ചെയ്തതും ഒക്കെയായ പല പട്ടണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു പട്ടണമാണ് കഫർനഹൂം. ആ കഫർനഹൂമിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഫർനഹൂമിനെ ഒരു ശാസിക്കുന്ന രീതിയിലോ ശപിക്കുന്ന രീതിയിലോ ഒക്കെ വേണേൽ കൂട്ടാം.
അങ്ങനെ പറഞ്ഞ ഒരു ഭാഗമാണ് ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പറഞ്ഞു വരുന്നത്, വലിയ പണ്ഡിതന്മാരും കേമന്മാരും ഒക്കെയാണ് കേൾവിക്കാർ. ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാരാകട്ടെ, സദൂക്യരാകട്ടെ, മഹാപുരോഹിത വൃന്ദത്തിൽപ്പെട്ടവരോ അവരുടെ കുടുംബക്കാരോ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പ്രഭാഷണമൊക്കെ കേൾക്കുന്നത്. കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ കണ്ണാലെ കാണുകയാണ് അല്ലേ? എത്രയോ കാര്യങ്ങൾ അവർ കണ്ടത്, പല കാര്യങ്ങളും അവർ കണ്ടു, കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവരാരും അത് വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. അന്നേരം പറയുന്നത്, നിന്നിൽ നടന്ന പ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഒരു ആത്മകഥം എന്നോണം പറയുകയാണ് അവരോട്. നിന്നിൽ നടന്ന പ്രവൃത്തികൾ സോരിലും സീദോനിലുമാണ് നടന്നിരുന്നെങ്കിൽ അവർ എന്നേ രട്ടിലും വെണ്ണീരിലും ഇരുന്നേനെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കേവന്മാരായ ആളുകളോട് ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് സീരിയസ് ആയൊരു വാക്യത്തിലേക്ക് വരികയാണ് നമ്മൾ. സീരിയസ് ആയൊരു വാക്യത്തിലേക്ക് 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അച്ഛൻ്റെ വേറൊരു പ്രസംഗത്തിനകത്ത് ഇങ്ങനെ കുറേ വാക്യങ്ങൾ ഈ ശിശുക്കളുമായി ബന്ധപ്പെട്ട കുറേ വാക്യങ്ങൾ എടുത്ത് പ്രസംഗിച്ചിരുന്നു. അതിന് നമ്മൾ, എനിക്ക് തോന്നുന്ന ഒരു മാസം പുറകിലോ മറ്റോ ആണ് അതിന് മറുപടി കൊടുത്തിരുന്നു. അച്ഛനത് ശ്രദ്ധിച്ച് കാണില്ലായിരിക്കും. സ്വാഭാവികമായിട്ട് എല്ലാ പ്രസംഗങ്ങളും ഒന്നും ശ്രദ്ധിക്കാൻ ഈ കഴിയണമെന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇപ്പം മറുപടി പറയുകയാണെന്ന് ഓർത്ത് നടക്കുകയല്ലല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് കേട്ടു. അതിനു മുമ്പ് പറഞ്ഞത് അങ്ങനെ കേൾക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുകയാണ്. അന്നാ പറഞ്ഞ വാക്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിരിക്കുക, എന്നിട്ട് ശിശുക്കൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. നിങ്ങളെല്ലാം ഒന്ന് ഭാവന കാണും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ ഒന്ന് ചിന്തിക്ക്. നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ 56 ദിവസവും അതിന് മുകളിലേക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെ മനസ്സിലാക്കുകയാണെങ്കിൽ, അയ്യോ കഷ്ടമെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. സങ്കടം തോന്നുന്നു. ഇവിടെ പറയുന്ന ആ ശിശുക്കൾ എന്ന് പറയുന്നത് പത്രോസാണ് അതിന് മറുപടി തരുന്നത്. അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കരുതെന്ന്. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു വാക്യം കൊണ്ടോ ഒരു അധ്യായം കൊണ്ടോ അല്ല ഉപദേശം സ്ഥാപിക്കേണ്ടത്. പുതിയ നിയമത്തിനൊരു ആകത്തുകയുണ്ട്. പുതിയ നിയമത്തിന് ഒരു ആകത്തുകയുണ്ട്. നമ്മൾ ആകത്തുകയിലേക്ക് വരണം. വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പുതിയ നിയമം നിൽക്കുന്നത്. പുതിയ നിയമത്തെയും അല്ലെ ബൈബിളിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രക്ഷയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടുഭാഗം നിൽക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒത്ത നടുവിലേക്ക് വന്ന നമുക്ക് കിട്ടുന്ന വാക്ക് ഈ രക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം മുഴു ബൈബിളാകട്ടെ പുതിയ നിയമമാകട്ടെ അതെല്ലാം വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് വെച്ചാൽ, എന്നോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഞാനൊരു ശിശുവായി വീണ്ടും ജനിച്ചൊരു സമയം ഞാൻ ഓർക്കുന്നു. എൻ്റെ ഏതാണ്ടൊരു 30-ാമത്തെ വയസ്സിൻ്റെ പരിസരത്താണ് ഞാൻ വീണ്ടും ജനിച്ചത്. അപ്പോൾ ആ വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ജീവിത പശ്ചാത്തലം എനിക്കറിയാം. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ, ഈ പറഞ്ഞ സിറിയൻ പാരമ്പര്യമൊക്കെ ഉള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ വഴിയിൽ ഓർത്തഡോക്സിലെ അച്ഛന്മാരുണ്ട്, സീനിയർ അച്ഛന്മാരുണ്ട്. പിന്നെ എൻ്റെ ഫാദറിൻ്റെ വഴിയിൽ അച്ഛന്മാരുമുണ്ട്, മെത്രാന്മാർ വരെയുണ്ട്. യാക്കോബായ സൈഡിലുള്ള മെത്രാന്മാരും അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം വേണേൽ പറയാനുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം പറഞ്ഞെന്നോർത്ത് ഞാൻ പള്ളിയോ സെമിനാരിയോ മെത്രാന്മാരുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വേദപുസ്തക സംബന്ധിയായോ ദൈവരാജ്യ സംബന്ധിയായോ കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും പരിമിതമായ അറിവുകളേ ഉള്ളൂ. ബൈബിൾ വായിച്ചാലൊക്കെ അങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല ഒരു കാര്യവും. പിന്നെ ഒരു സമയം വരെ നമ്മളത് വായിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കതിനോട് ഇൻട്രസ്റ്റും ഉണ്ടായില്ല. നമ്മളതൊക്കെ മടക്കി വെച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ ഈ ബൈബിളിലാണോ എല്ലാം ഇരിക്കുന്നത്, എന്താ ഇത് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളൊരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചുരുട്ടി മടക്കി വെച്ചത്. അതുവരെയൊക്കെ വല്ലപ്പോഴും വായിക്കുമെങ്കിലും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ദീർഘമായ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പുസ്തകം കൈകൊണ്ടെടുക്കുന്നത്, എടുത്ത് വായന ആരംഭിക്കുന്നത്. അങ്ങനെ ആ വായനാനുഭവത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകുന്നതും, ഞാനൊരു പെന്തിക്കോസുകാരനെയോ ഒരു പാസ്റ്ററെയോ എനിക്ക് ഈ കൂട്ടരെക്കുറിച്ചൊന്നും ഒരു അറിവ് പോലുമില്ല, യാതൊരു അറിവുമില്ലാത്ത ഞാൻ ഈ പുസ്തകം വായിച്ച വായനയിലൂടെ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തകം എന്നെക്കൊണ്ട് കർത്താവ് എടുപ്പിക്കുകയാണ്.
അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് സാമാന്യം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെയൊക്കെ. അതുകൊണ്ട് ഇനി അങ്ങനത്തെ കാര്യം പറയുകയല്ല, ഓടിച്ചങ്ങ് പറയുകയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയിൽ ഞാനിത് കൈകൊണ്ടെടുക്കുകയും ഒരു വായനാ സന്ദർഭം ഉണ്ടാകുകയും ആ വായനയിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. വലിയ ഒരു 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 ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചു. വിശദമാക്കേണ്ടതാണ്, വിശദമാക്കാതെ ഓടിച്ചു പറയുകയാണ്. അവിടെ ഒരു പുതുജനനം നടക്കുകയാണ്. ആ പുതുജനനമൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നത്തേതിലാണ് വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ അങ്കുരിച്ച സമയത്താണ് ഒരു പെന്തക്കോസ്ത് സൈഡിലുള്ള ഒരാളെ അതൊക്കെ ആ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണെന്നുള്ളത് അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ വിസ്മയിച്ചു പോവും. അങ്ങനെയാണ് ഒരു 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 കൂടിച്ചേരൽ, ഒരു തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടുന്ന സമയം മുതൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ബോധ്യത്തിലേക്ക് വന്നിട്ടാണ് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചത്. അവിടെ മുതൽ ഞാൻ ചിന്തിക്കുകയാണ്. അവിടെ മുതൽ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് ഇത്രയും കാലം മനസ്സിലാകാതിരുന്ന അനവധി കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഞാൻ ആ കാലത്ത് എൻ്റെ സാക്ഷ്യം എന്നോണം പറയുന്ന ഒരു കാര്യമുണ്ട്. ബൈബിളിൽ എബ്രായ ലേഖനം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ നസ്രാണി അറിഞ്ഞത് ആ സമയത്താണ്. അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, പിന്നെ കുറേ ലേഖനങ്ങൾ പൗലോസിൻ്റെ ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഏതെല്ലാമാണെന്ന് ഇപ്പോൾ അങ്ങനെ സൂക്ഷ്മമൊന്നും ഓർത്തിരിപ്പില്ലല്ലോ. അങ്ങനെ ഇത്ര പുസ്തകമുണ്ട്, അതിങ്ങനെയാണ്, അങ്ങനെയൊന്നും നമുക്ക് ഓർമ്മയില്ല. പഴയ നിയമത്തിൽ എത്ര പുസ്തകം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ കുറേ പുസ്തകമുണ്ട്, അതിൻ്റെ എല്ലാം പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സൂക്ഷ്മം നമുക്കറിയില്ല പറയാൻ. എന്നാൽ പിന്നത്തേതിൽ വായനയിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് വെളിപ്പെട്ട് കിട്ടുന്നത്, എന്തുമാത്രം കാര്യങ്ങളാണ്. ഞാൻ പിന്നത്തേതിൽ വിവാഹമൊക്കെ കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ ആ കുഞ്ഞുണ്ടായ സമയത്ത് എൻ്റെ ഈ ബൈബിളിൽ ഇപ്പോഴും ഈ 56 ദിവസമല്ല, ഒരു വയസ്സോ 6 മാസത്തിന് മുകളിലോ, 1 വയസ്സായിരിക്കും, ഒരു വയസ്സ് പ്രായത്തിനിടയ്ക്ക് നമ്മുടെ കണ്ണ് വെട്ടിച്ച പുസ്തകം അതിനകത്ത് കുത്തിയൊരയ്ക്കുകയൊക്കെ ചെയ്തു. പേനയെടുത്തേ അതൊക്കെ ഇപ്പോഴും വര കിടപ്പുണ്ട് അതിനകത്ത്. പലയിടത്തുമൊക്കെ വരച്ചു വെച്ചു. എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിൽ വിശ്വസിക്കുന്നവനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമോ? കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിശുദ്ധ ബൈബിളിൽ അങ്ങനെയൊന്നും വരച്ചൊന്നും വെക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഗ്രാഹ്യമുണ്ടോ? അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടാശ്ശേരിക്ക് വരേണ്ടി വരും. അവിടെ വന്ന് വെല്ലുവിളിയൊന്നും അല്ല കേട്ടോ, അച്ചോ തെറ്റിദ്ധരിക്കരുത്. അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മാമോദീസ അടുത്ത കാലത്ത് കൊടുത്ത കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു തോന്നലും വേണമെങ്കിൽ വിശ്വാസം എന്ന് പറയാം. ആ കുഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടാവും എന്ന് നമുക്കങ്ങ് ഒരു ഊഹത്തിലങ്ങ് വേണമെങ്കിൽ പോവാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത്യാവശ്യം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടുകൂടെ നമുക്ക് ഒരു വാക്യം കൂടെ അങ്ങ് വായിച്ചേക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം കൂടെ അങ്ങ് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കണം. അത് വായിക്കുന്നതിന് മുൻപ് അതിന് തൊട്ട് മുകളിൽ അതായത് ആ പാരഗ്രാഫ് തുടങ്ങുന്ന 17-ാം വാക്യം മുതലാണ് കർത്താവ് 70 പേരെ പറഞ്ഞയക്കുന്നതും അവർ മടങ്ങി വന്ന് പറയുന്ന കാര്യങ്ങളും. ആ സമയത്ത് കർത്താവ് മറുപടി പറയുന്നതാണ്, ഭൂതങ്ങൾ പുറത്താകുന്നതിലൊന്നുമല്ല കാര്യമിരിക്കുന്നത്, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർക്ക് സന്തോഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നിട്ട് അതിൽ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതെ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. തൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന യഹൂദന്മാരുടെ കൊച്ചു കുട്ടികൾക്ക് നീ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അതാണോ എൻ്റെ ഉദ്ദേശം? ആ സമയത്ത് ഈ ശിഷ്യന്മാർക്കൊല്ലം പിള്ളേരുണ്ടോയെന്ന് നമുക്കറിയില്ല. പത്രോസ് മാത്രം കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ഊഹമുണ്ട്. കാരണം അമ്മായി അമ്മ ഉള്ളതുകൊണ്ട് പത്രോസ് എന്ന് പറയുന്ന പാത്രിയാർക്കീസ്, അല്ലെ പത്രോസ് എന്ന് പറയുന്ന കാതോലിക്ക കല്യാണം കഴിച്ചതാണ്, അല്ലെങ്കിൽ പത്രോസ് എന്ന് പറയുന്ന പോപ്പ് കല്യാണം കഴിച്ചതാണ്. കാരണം അമ്മായിമ്മയുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് അത്ര വലിയ ഗ്രാഹ്യമില്ല. കല്യാണം കഴിച്ചോ, കല്യാണപ്രായം ആയിരുന്നോ, ഈ വക കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് ആകെ ഐഡിയ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ കേൾവിക്കാരായി വന്നിരിക്കുന്ന യഹൂദന്മാർ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ അരികെ വിളിച്ചിട്ടാണ് കർത്താവ് ആദ്യം പറഞ്ഞ വാക്യങ്ങളിലൂടെയൊക്കെ പറയുന്നത്.
അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണോ കർത്താവ് പറഞ്ഞത്, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു? ഒരു കാര്യം പറയാൻ വിട്ടുപോയില്ലോ. ആദ്യം നമ്മൾ വായിച്ച മത്തായി 11 അധ്യായം ഉണ്ടല്ലോ. മത്തായി 11 ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ പറഞ്ഞയച്ചതും കർത്താവ് പ്രസംഗിക്കാൻ പോയതും കഫർനഹൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ കഫർനഹൂമിലൊക്കെയുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലാകാത്ത കാര്യം തൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ കർത്താവിനിപ്പോൾ ആകെ ഒരു 70 പേരേ ഉള്ളൂ പറയാനായിട്ട്. തൽക്കാലം തൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരു 70 പേരേ ഉള്ളൂ. ആ 70 പേരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പം മത്തായി 11 ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. രണ്ടും ചേർത്തങ്ങ് പറയാം. രണ്ടും ചേർത്ത് പറഞ്ഞാൽ എന്താ പറയുന്നത്? ശാസ്ത്രിമാർക്കും സദൂക്യർക്കും പരീശന്മാർക്കും മഹാപുരോഹിത വൃന്ദത്തിനും ആ പറയപ്പെട്ട ശ്രേണിയിൽപ്പെട്ട ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. പത്രോസ് എന്ന് പറയുന്ന മുക്കുവൻ എന്താ പറഞ്ഞത്? നീ വന്ധ്യനായവൻ്റെ പുത്രനായ മെഷിക എത്രയെന്നാണ് പറയുന്നത്. പത്രോസ് പറഞ്ഞത് എന്താ? നീ വന്ധ്യനായവൻ്റെ പുത്രനായ മെഷിക. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, നമ്മൾ പഠനത്തിന് വേണ്ടി സമാഗമന കൂടാരത്തിലേക്ക് പോകുമല്ലോ. പിന്നത്തേതിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകാറുണ്ട്. അങ്ങനെ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വലിയവനായ ദൈവം വസിക്കുന്നു, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വലിയവനായ ദൈവം തൻ്റെ തേജസ്സിൽ വസിക്കുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം അതിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിൽ നിരന്തരമായി ആടുകളെ യാഗമർപ്പിച്ചുകൊണ്ടിരുന്നു. ആ യാഗാർപ്പണമെല്ലാം വരാൻ പോകുന്ന പരമയാഗത്തിൻ്റെ നിഴലുകളായിരുന്നു. അതെല്ലാം വിരൽ ചൂണ്ടുന്നത് കാൽവറിയിലെ ബലിമരണത്തിലേക്കാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു ദൈവ കുഞ്ഞാടെന്ന നിലയിൽ അറുക്കപ്പെടാനുള്ളതിൻ്റെ ഒരു നിഴൽ പോലെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് വസിച്ചവൻ തേജോമയൻ വേഷാൽ മനുഷ്യരായി നടന്നിറങ്ങി വന്നത് മഹാപുരോഹിതന്മാർക്ക് മനസ്സിലായില്ല. അതാണ് കയ്യഫാസ് ചോദിച്ചത്, നീ വാസ്തവമായി ദൈവപുത്രനോ എന്ന് ചോദിക്കുന്നില്ലേ? ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നീ തേജസ്സിൻ്റെ ക്രിസ്തുവാണെന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് മനസ്സിലായിരുന്നെങ്കിൽ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല, നീ ആരെന്ന് മനസ്സിലായില്ല, കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ പറഞ്ഞവർക്കൊന്നും മനസ്സിലാകാത്ത കാര്യം ശിശുക്കളായ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അത് പറഞ്ഞിട്ട് അതിന് താഴെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 23, 24 കൂടെ ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. അതായത് തൻ്റെ ശിഷ്യന്മാർ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് മുകളിൽ പറഞ്ഞത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും കാണാൻ കഴിയുന്നില്ല. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഒന്നും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ശിശുക്കൾക്ക്, തന്നോട് കൂടെ നടക്കുന്ന ഈ ശിശുക്കൾക്ക്, തൻ്റെ സന്തത സഹചാരികൾക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. അല്ലാതെ 56 ദിവസം പ്രായമായ കുഞ്ഞിന് മനസ്സിലാകുന്നു എന്നുള്ളതല്ല, യഹൂദന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതല്ല, അവരുടെ സ്വന്തക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ള കാര്യമല്ല കർത്താവിടെ പറഞ്ഞത്. തന്നോട് ചേർന്ന് നടക്കുന്ന ഇവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പത്രോസ് അകലം വിട്ട് നടന്ന കാര്യമൊക്കെ നമുക്കറിയാം. എന്നാലും ചേർന്ന് നടന്ന കാലത്ത് ലഭിച്ച വെളിപ്പാടുകളുണ്ട്, അല്ലേ? അനവധിയായ കാര്യങ്ങൾ. അതിലൊരു ഗംഭീര കാര്യം ഇപ്പോൾ പറഞ്ഞത്, മഹത്വത്തിൽ വസിച്ചവൻ വേഷാൽ മനുഷ്യനായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ യാഗം നടത്തിക്കൊണ്ടിരുന്ന പുരോഹിതന്മാർക്ക് മനസ്സിലായില്ല. അവരെല്ലാം പറഞ്ഞു അവനെ ക്രൂശിക്കാമെന്ന്. ഇവരെല്ലാം പറഞ്ഞു ക്രൂശിക്കാൻ, അല്ലേ? കേമന്മാരെല്ലാം പറഞ്ഞില്ലേ ക്രൂശിക്കാനായിട്ട്. അവർക്ക് മനസ്സിലായോ? അപ്പോൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മനസ്സിലായില്ലെന്നീ, ശിശുക്കൾക്ക് മനസ്സിലായി, അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. അവിടെ ഒരു വിശദീകരണമൊക്കെ ഉണ്ട്, വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇനി അതിനോട് ചേർന്ന് 22-ാം വാക്യം കൂടെ പറയാം. ലൂക്കോസ് 10:22 കൂടെ പറയാം. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അതാണ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ പറയാനായിട്ട് പരിശ്രമിച്ചത്. അത് അച്ഛന് മനസ്സിലായില്ല, അച്ഛൻ്റെ കൂട്ടത്തിലുള്ളൊരു മനുഷ്യർക്ക് മനസ്സിലായില്ല. എളുപ്പമല്ല, മനസ്സിലാക്കാൻ പാടാണ്. ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താ പറയുന്നത്? പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല.
അപ്പോൾ പുത്രനെക്കുറിച്ച് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ പുത്രനെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചവൻ പിന്നത്തേതിൽ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ കാര്യമൊക്കെ എങ്ങനെ വിശദീകരിക്കും? ഇതൊക്കെ വിശദീകരിക്കാനാണ് പഴയ നിയമത്തെയൊക്കെ കൂട്ടുപിടിച്ച് സമാഗമന കൂടാരത്തിൻ്റെ പഠനം, യെരുശലേം ദേവാലയത്തിലേക്കൊക്കെ പോയി ഇതിൻ്റെയൊക്കെ ആഴങ്ങൾ നമ്മൾ തേടുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പിക്ചർ കാണിച്ചില്ലേ? ആ പിക്ചർ ഒന്നോടെ കാണിക്കാം. സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ കാണുന്നത് സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറാണ്. ഈ ലൂക്കോസ് 10:22 വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പിക്ചർ എടുക്കുകയാണ്. ഈ പിക്ചർ മുൻനിർത്തിക്കൊണ്ട് വിശദീകരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ വായിക്കുന്നത്, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം അടുത്തത് അത് പറയാം. അപ്പോൾ പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു വാതിൽ നോക്കണം. സമാഗമന കൂടാരത്തിന് ഒരേ ഒരു വാതിൽ. ആ വാതിൽ ഈ കൂടാരത്തിൻ്റെ കിഴക്ക് വശത്താണ് ഇരിക്കുന്നത്. കിഴക്ക് വശത്ത് ഇത്രയും വലിയ ഒരു സംവിധാനത്തിന് ഒറ്റ വാതിലേ ഉള്ളൂ. ആ ഒരു വാതിലിനെ കണ്ടിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞത്. ഞാനാണ് വാതിൽ, ഞാനാണ് വഴി എന്നൊക്കെ പറഞ്ഞത്. അതായത് പിതാവിലേക്കുള്ള വഴി, പാപക്ഷമയ്ക്കുള്ള വഴി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. ഒരേ ഒരു വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി, സമാധാനത്തിലേക്കുള്ള വഴി എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ആ കാര്യം നമ്മൾ വിശദീകരിക്കുകയാണ്. ഈ ഒരു വാതിൽ, ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ യോഹന്നാൻ 6:44 എന്താ കണ്ടത്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്ക വരാൻ കഴിയില്ല. അപ്പോൾ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആർക്കും പുത്രനെ അറിയാനും കഴിയില്ലെന്ന് ഇവിടെയും വായിക്കുക. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കണം. ഒരു സത്യാന്വേഷിയുടെ മുമ്പാകെ സുവിശേഷം മറനീക്കി വരുമ്പോൾ അവിടെ വെളിപ്പെട്ട് കിട്ടുന്നത് തൻ്റെ പുത്രനെയാണ്. അതായത് യേശുക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പാപിയായൊരു മനുഷ്യന് യേശുക്രിസ്തുവിനെ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് സുവിശേഷത്തിലൂടെ സംഭവിക്കുന്നത്. ഇതൊക്കെ പെന്തിക്കോസുകാരൊക്കെ കേട്ടോണം കേട്ടോ. ഈ 1 വെച്ചാൽ 2 കിട്ടുമെന്നും അക്കൗണ്ടിലേക്ക് 1.5 കോടി കിട്ടുമെന്നൊക്കെ പറയുന്ന കിറുക്കന്മാരൊക്കെ ഉള്ള ഒരു ലോകമാണ് മലയാളക്കരാന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള ദൈവരാജ്യ പഠനത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പഠനം. നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് വെളിയിൽ കിടക്കുന്നതൊക്കെ പാപികളായ മനുഷ്യരാണ്. ആ മനുഷ്യരെ പിതാവായ ദൈവം ആകർഷിക്കുന്നു. ആ വാതിൽ എന്താ വിളിച്ചു പറയുന്നത്? സുവിശേഷത്തെ കാണിക്കുന്നു. സുവിശേഷത്തിലൂടെ മറനീക്കി നമുക്ക് കാണാൻ കഴിയുന്നത് പുത്രനെയാണ്. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പുത്രനെ. അങ്ങനെ മറനീക്കി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്. സമർപ്പിതനായ ക്രിസ്തുവിനെയാണ് ബലിപീഠത്തിലൂടെ നമ്മൾ കാണുന്നത്. പിതാവിൻ്റെ ഏകജാതനായ പുത്രനെയാണ് ആദ്യപടി നമ്മൾ കാണുന്നത്. കണ്ണ് തുറന്നു വരുമ്പോൾ ആദ്യപടി എന്താ കാണുന്നത്? പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ. പിന്നെയും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന അടുത്ത പടികളുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ദൈവകുടുംബത്തിലെ ആദ്യജാതൻ, സമർപ്പിതനായ ക്രിസ്തു. ആ കാര്യങ്ങളാണ് നമ്മൾ ബലിപീഠത്തിൽ കാണുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോഴാണ് യെശയ്യാവ് 53-ാം അധ്യായവും സുവിശേഷവും ലേഖനങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും ഒക്കെ നമ്മുടെ മുമ്പാകെ തെളിഞ്ഞു വരികയാണ്. ഗംഭീരമായ വിഷയങ്ങളാണ് തുറന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമർപ്പണത്തിലേക്ക് ഒരു വ്യക്തി വരികയാണ് അല്ലേ? ഈ കാഴ്ചകൾ, ക്രൂശിൻ്റെ ദർശനങ്ങൾ അവനെ മാറ്റിമറിക്കുന്നെന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ അവനെ മാറ്റിമറിച്ച് പാപബോധം വന്ന് അവൻ ദൈവസന്നിധിയിൽ ഒരു വിലാപസ്വരം പുറപ്പെടുവിക്കുകയാണ്. അയ്യോ അയ്യോ എന്നുള്ളൊരു അയ്യമ്പിളിയാണ്. ആരെന്നെ രക്ഷിക്കുമെന്നുള്ളൊരു അയ്യമ്പിളിയാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് രക്ഷകനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ആ രക്ഷ ആ വ്യക്തി കരസ്ഥമാക്കുകയാണ്. അങ്ങനെ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവകുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ദൈവകുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു നിൽക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ആ വ്യക്തി തന്നെ സമർപ്പിക്കുകയാണ്. ദിനംപ്രതി ക്രൂശ് എടുക്കുക നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ മുന്നമേ കൊടുത്തിട്ടുണ്ട്. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ആഴമെന്നൊക്കെയുള്ളത്. അങ്ങനെ ആ ഒരു സമർപ്പണാനുഭവത്തിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് അടുത്ത പടി, ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗമാണ്, പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. തേജോമയനായ ദൈവത്തെ, മഹത്വത്തിൽ വസിക്കുന്ന മഹോന്നതനെ ഈ കടന്നു വന്നിരിക്കുന്ന വ്യക്തിക്ക് ഈ ചെറിയവരിലൊരുത്തിന് അത്രയ്ക്ക് അറിയില്ല. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ദൈവികമായ ജ്ഞാനവും വെളിപ്പാടും ഒക്കെ അല്പമായിട്ടാണ് ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളൂ. വളരെ കുറച്ചേ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ അവന് സമർപ്പിതനാണ്.
അവൻ വചനത്തിങ്കൽ വസിക്കുന്നവനാണ്. അതല്ലേ എന്നിൽ വസിപ്പിൻ എന്ന് പറയുന്നുണ്ടല്ലോ. വസിക്കുകയാണ്, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയാണ്, ക്രൂശ് എടുക്കാൻ പറഞ്ഞു, നുകത്തിൻ കീഴിൽ വരുവാൻ പറഞ്ഞു, ഇടുക്കമുള്ള വാതിൽ കണ്ടെത്താൻ പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അതെല്ലാം അനുസരിച്ച് നിൽക്കുന്ന ആ വ്യക്തിക്ക് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തൻ്റെ പിതാവിനെ. സൽഗുണപൂർണനായ പിതാവിനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ വാക്യങ്ങൾ നമ്മൾ തുറന്നെടുക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ തുറന്നെടുത്തത്? ഇതൊക്കെ നമ്മൾ മണിക്കൂറുകൾ ധ്യാനിച്ച വിഷയങ്ങളാണ്. ദൈവരാജ്യ സംബന്ധിയായ എത്രയോ ഗൗരവമായ കാര്യങ്ങളാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ മറുപടി എന്നോണം നമ്മൾ പറഞ്ഞു പോയപ്പോൾ ഒരു വിശദീകരണം കൊടുക്കുന്നതാണ്. ഒരു വിശദീകരണം. ആ വിശദീകരണത്തിൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ഈ ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച്, അയ്യോ നമ്മളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചവരല്ല, നമ്മൾ വിജാതീയരാണ്. മലയാളക്കരയിലല്ലേ ജനിച്ചത്. ചില ആൾക്കാർ, എനിക്കറിയാവുന്ന ഒരു 2-3 ഓർത്തഡോക്സുകാരുണ്ട്, അവർ പറയുന്നത് അവർ യഹൂദന്മാരാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ റൂട്ടെന്ന് ചോദിക്കുമ്പോൾ, പണ്ടങ്ങാണ്ട് അവരുടെ അപ്പൻ കപ്പലെ കയറി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ നല്ല കറുത്താണോ ഇരിക്കുന്നത്, നിങ്ങൾ നല്ല കറുപ്പിലാണല്ലോ ഇരിക്കുന്നത്, നിങ്ങളുടെ കളറൊക്കെ ഇങ്ങനെയാണല്ലോ, മറ്റവരുടെ കളർ അങ്ങനെയല്ലല്ലോ യഹൂദന്മാരുടെ എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയുന്നത് അവർ കപ്പലിൻ്റെ പുകക്കുഴലിനടുത്തായിരുന്നത് അവരുടെ വല്യപ്പൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പുകയടിച്ചടിച്ച് പുള്ളിക്കാരന് കറുപ്പ് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഇച്ചിരി കറുത്ത് പോയെന്നേ ഉള്ളൂ. യഹൂദന്മാരുടെ ആ ഒരു സ്വർണ്ണവർണ്ണ നിറമൊന്നും ഞങ്ങൾക്ക് ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരിക്കുന്നതെന്ന് അവർ പറയുന്നത്. എൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞാനും ആശ്വസിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇത് കൃപ ലഭിച്ചാലേ കഴിയൂ, ഇത് പരിശുദ്ധാത്മാവിലേ കഴിയൂ. അപ്പോൾ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ടാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, ഇതിൻ്റെ ആഴങ്ങളും ഗൗരവങ്ങളൊക്കെ. അത് വലിയൊരു കൃപയല്ലേ? അതൊരു അസാധാരണ കൃപ തന്നെയാണ്, അസാധാരണ കൃപ തന്നെയാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? മത്തായി 18:6, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുത്തൻ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയല്ലേ? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുത്തൻ. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. രതീഷെ, നമുക്ക് വീഡിയോ കാണിക്കണം. ആത്മാവിന്റെ സകല ദുഷ്ടവ്യാപാരങ്ങൾ വ്യാപാരങ്ങളെയും അകറ്റിക്കളയണമേ. മത്സ്യക്കാരൻ ദ്രോഹിമാരെ ഈ പൈതലിന്റെ വാസസ്ഥലമല്ല, ഈ പൈതലാലോ ദൈവത്തിന്റെ വാസസ്ഥലമല്ല, ആയിരിക്കുമാറാകണമേ, മന്ദിരം തന്നെ ആയിരിക്കുമാറാകണമേ. ജ്ഞാനമാതാപിതാക്കളും പട്ടക്കാരൻ്റെ പിന്നാലെ വിശ്വാസം ഏറ്റുപറയും. ഇപ്പോൾ കുഞ്ഞിൻ്റെ ജ്ഞാനമാതാപിതാക്കൾ, അതായത് കുഞ്ഞിൻ്റെ ജ്ഞാനമാതാപിതാക്കൾ, അതായത് ഇടത്ത് കൈ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രാർത്ഥന എൻ്റെ വിശ്വാസം, ഇടത്ത് കൈ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രാർത്ഥന എൻ്റെ വിശ്വാസം എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലണം. മാമോദീസ മുഴുകുന്ന ഞാൻ അവൻ്റെ സകല ദൂതന്മാരെയും സാത്താനെയും അവൻ്റെ സകല ദൂതന്മാരെയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല ആരാധനയും ഉപേക്ഷിക്കുന്നു. അവൻ്റെ സകല വഞ്ചനയും മാമോദീസ മുഴുകുന്ന ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെയും മാമോദീസ മുഴുകുന്ന അവൻ്റെ സകല ദൂതന്മാരെയും സാത്താനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും സകല ദൂതന്മാരെയും അവൻ്റെ സകല അവൻ്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല വഞ്ചനയും അവൻ്റെ സകല ആരാധനയും ഉപേക്ഷിക്കുന്നു. അവൻ്റെ സകല വഞ്ചനയും മുഴുകുന്ന ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെയും മാമോദീസ അവൻ്റെ സകല ദൂതന്മാരെയും സാത്താന്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല ദൂതന്മാരെയും അവൻ്റെ സകല ആരാധനയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല വഞ്ചനയും അവൻ്റെ സകല ആരാധനയും ഉപേക്ഷിക്കുന്നു. അവൻ്റെ സകല വഞ്ചനയും വലത്തെ കൈകൊണ്ട് ഉപേക്ഷിക്കുന്നു. ഇനി വലത്തെ കൈകൊണ്ട് മാമോദീസ മുഴുകുന്ന ഞാൻ മാമോദീസ മുഴുകുന്ന ഞാൻ നിബിന്മാർക്ക് അന്തരം നിന്നാൽ ഫലമേക്കപ്പെട്ട വിശുദ്ധ പിതാക്കന്മാർക്ക് ദൈവികമായ നിന്നാൽ ഫലമേക്കപ്പെട്ട സകല ഉപദേശങ്ങളെയും ദൈവികമായ കൈക്കൊള്ളുന്നു. സകല ഉപദേശങ്ങളെയും മാമോദീസ മുഴുകുന്ന ഞാൻ കൈക്കൊള്ളുന്നു. മാമോദീസ മുഴുകുന്ന ഞാൻ നിബിന്മാരും തന്നെയും വിശുദ്ധ പിതാക്കന്മാർ മുഖാന്തരം
നിന്നാൽ ഭരമിക്കപ്പെട്ട വിശുദ്ധ പിതാക്കന്മാർക്ക് ദൈവികമായ നിന്നാൽ ഭരമിക്കപ്പെട്ട സകല ഉപദേശങ്ങളെയും ദൈവികമായി വിശ്വസിച്ച് കൈക്കൊള്ളുന്നു. സകല ഉപദേശങ്ങളെയും മാമോദീസ മുഴുവൻ ഞാൻ വിശ്വസിച്ച് കൈക്കൊള്ളുന്നു. മശിഹാ തമ്പുരാനെ മാമോദീസ മുഴുവൻ ഞാൻ നിബിന്മാരും ശ്രീമാരും വിശുദ്ധ പിതാക്കന്മാരും അറിയന്മാരും മുഖാന്തരം നിന്നാൽ ഭരമിക്കപ്പെട്ട വിശുദ്ധ പിതാക്കന്മാർ ദൈവികമായ നിന്നാൽ സകല ഉപദേശങ്ങളെയും ദൈവികമായ കൈക്കൊള്ളുന്നു. സകല ഉപദേശങ്ങളെയും വിശ്വസിച്ച് കൈക്കൊള്ളയിൽ വെച്ചുകൊണ്ട് വലത് കൈ കുഞ്ഞിന്റെ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. മശിഹായിൽ ഞാൻ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെ ഉപേക്ഷിച്ച് മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ സെയിം വാക്ക് തന്നെയാണ് ബാപ്റ്റിസം. അതാണ് അതിൻ്റെ മലയാളമോ സംസ്കൃതമോ സ്നാനം എന്ന് പറയുന്നത്. സ്നാനം എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്നതിനെയാണ് മാമോദീസ അല്ലെങ്കിൽ സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം അല്ലെങ്കിൽ ബാപ്റ്റിസ്മോ എന്നൊക്കെ പറയുന്നത്. ആ കുഞ്ഞ് സമ്പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്നുണ്ടോ? കുഞ്ഞ് സമ്പൂർണ്ണമായൊന്നും വെള്ളത്തിൽ മുങ്ങുന്നില്ല. അവിടെ തന്നെ ഒരു കള്ളത്തരമല്ലേ വന്നേ. ഇനി അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ മെത്രാപ്പൊലീത്ത തിരുമനസ് പറഞ്ഞു തുടങ്ങുന്നത് ജ്ഞാനമാതാപിതാക്കൾ വിശ്വാസം ഏറ്റുപറയുന്ന കാര്യമാണ്. അത് തന്നെയാണ് രണ്ടാമത്തെ പുരോഹിതനും, അതായത് അച്ഛനും പറയുന്നത്. ജ്ഞാനമാതാക്കൾ വിശ്വാസം ഏറ്റുപറയുക. ആദ്യം കുഞ്ഞിൻ്റെ വലത്തെ കൈ പിടിച്ച് പിന്നീട് ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് ഏറ്റുപറയണമെന്നാണ്. അത് ഏറ്റുപറയുന്ന ഭാഗങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിന് മാമോദീസ, അതിൻ്റെ തലയിൽ വെള്ളം തളിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീടാണ്. അപ്പം നമ്മൾ ഇത്രയും കാണിച്ചതിനാണെന്ന് അറിയാവോ? ഇവരെന്താ പറയുന്നത്? ജ്ഞാനമാതാപിതാക്കൾ വേറെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സെൻട്രൽ കേരളയിൽ തലത്തൊട്ടപ്പൻ എന്നുള്ളൊരു പദം പൊതുവേ അതൊരു പ്രചാരത്തിലുള്ളൊരു വാക്കാണ്. ജ്ഞാനമാതാവ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി സാഹിത്യമായിപ്പോയി. ഈ തലത്തൊട്ടപ്പൻ എന്നുള്ളതാണ് നസ്രാണികളുടെ ഇടയിൽ. അതിനും വേറെ എന്തൊക്കെയോ വാക്കുകളുണ്ട്. ഓരോരോ ഏരിയകളിൽ, ഈ സൗത്ത് സോണിൽ, സെൻട്രൽ സോണിൽ, മലബാറിൽ, പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലത്തും ഇതിനൊക്കെ വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിക്കും. ഞാനങ്ങ് പൊതുവേ പറയുകയാണ്, തലത്തൊട്ടപ്പൻ എന്ന് പറയുന്നൊരു ബൈസ്റ്റാൻഡർ. അത് ഈ കൊച്ചിൻ്റെ ഗ്രാൻഡ് ഫാദർ അമ്മയുടെ വഴിയിലോ അപ്പൻ്റെ വഴിയിലോ ഒക്കെ ആയിരിക്കും. ആണും പെണ്ണും ഒക്കെ വെച്ചിട്ടാണ് അത് വരുന്നത്. അപ്പനോ അമ്മയോ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറയാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ അച്ഛൻ എന്താ പറഞ്ഞത്? ഇതിപ്പോൾ മർത്തോമേലെ അച്ഛനാ കേട്ടോ. കുഴപ്പമാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ അച്ഛൻ പവൻമാറ്റ ഓർത്തഡോക്സുകാരനാണ്, അല്ലാതെ ഇതുപോലെ ക്രിസോയിലില്ലാത്ത ആളുകളല്ല. നമ്മുടെ അച്ഛൻ നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമുണ്ട്. മത്തായി 18:6 എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുത്തൻ. അങ്ങനെയല്ലേ? നോക്കട്ടെ. യെസ്, നമ്മുടെ അച്ഛൻ പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുത്തൻ. കമൻസിൽ എന്താ എഴുതിയിരിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വല്ലവരുമല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ പറഞ്ഞ ഒരു ബൈസ്റ്റാൻഡർ ഈ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? വിശ്വസിക്കുന്ന കുഞ്ഞ് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ കുഞ്ഞിന് പറയാൻ കഴിയുമോ? അതിൻ്റെ വാക്കുകൾ തിരിയുമോ എന്ന് ചോദിച്ചാൽ, എന്തായാലും വിശ്വസിക്കാൻ പ്രാപ്തി കർത്താവ് കൊടുത്തല്ലോ. അത് എന്തെങ്കിലും കലവില 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 എന്ന് എന്തെങ്കിലും പറയുമല്ലോ. ചുണ്ടനയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അപ്പം അമ്മ എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ എന്തെങ്കിലും പറയും. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും അത് സൃഷ്ടാവായ ദൈവത്തിന് മനസ്സിലാവുമല്ലോ. വിശ്വസിക്കാൻ പ്രാപ്തിയുള്ള കുഞ്ഞിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയല്ലേ അത്യുത്തമം. എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. എൻ്റെ വളരെ താഴ്മയോടെയുള്ളൊരു ചോദ്യമാണിത്. ഇതിനെ ഒരു ഉടക്ക് ചോദ്യമായിട്ടൊന്നും കൂട്ടരുത്. ഒരു സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. സാധാരണ ഇത് ഇങ്ങനെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ ഉള്ളതാണല്ലോ നമ്മുടെ ലോകത്ത്. ഞാനിതൊന്നും ഒരു വാദപ്രതിവാദത്തിന് എടുക്കുന്നതല്ല. എന്താ പറഞ്ഞത്, ഒരു മലയാളക്കരയിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഞാനീ പറയുന്നത്. എനിക്ക് ലഭിക്കപ്പെട്ട ബൈബിളും ആ വിശുദ്ധ തിരുവെഴുത്ത് തുറന്നു കിട്ടിയതും വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നമ്മുടെ അച്ഛൻ പറയുന്നത് കുഞ്ഞിന് വിശ്വസിക്കാൻ കഴിയുമെന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, കുഞ്ഞ് വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ കുഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെങ്കിലും വേറൊരാൾ അത് ഏറ്റുപറയുന്നത്. അതിന് തക്കതായൊരു വാക്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചു പോവുള്ളൂ. ഈ തലത്തൊട്ടപ്പൻ എന്ന് പറയുന്ന ഇടപാടിന്, അല്ലെ ജ്ഞാനമാതാവ് എന്ന് പറയുന്നതിനൊരു വാക്യം ഉണ്ടോ പുസ്തകത്തിൽ എന്ന് ചോദിച്ചാൽ അതിനെ എവിടെ നിന്ന് വാക്യം കാണിച്ചു കൊടുക്കാൻ പറ്റും? പത്രോസും യോഹന്നാനും ഒക്കെ പോയി സുവിശേഷം അറിയിച്ചു. ഫിലിപ്പോസ് പോയി സുവിശേഷം അറിയിച്ചു. പിന്നീട് പൗലോസ് രംഗത്ത് വന്നു. ആ സമയത്തൊക്കെ അവർ സുവിശേഷം അറിയിച്ചപ്പോൾ ജനം അത് കൈക്കൊണ്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ കൈക്കൊണ്ട ആളുകൾ
അവരുടെ ബൈസ്റ്റാൻഡർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞെന്നോ പറയാമെന്നോ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അങ്ങേ തുമ്പത്തെങ്കിലും, ഇപ്പം ഈ പറഞ്ഞ കാലത്ത് അത് വെളിപ്പെട്ട് കിട്ടിയില്ല, പറയാൻ മറന്നുപോയിന്ന് കൂട്ടിക്കോ. ഇവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവരെയൊക്കെ കൈസർ വെട്ടിക്കൊന്നു, സാരമില്ല പോട്ടെ. പത്രോസിനെ കൊന്നു, യാക്കോബിനെ കൊന്നു, മറ്റവരെയൊക്കെ കൊന്നു, പൗലോസിനെയൊക്കെ കൊന്നു. എന്നാലും യോഹന്നാൻ മിച്ചമുണ്ടല്ലോ. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ കുറഞ്ഞത് 22 അധ്യായം എഴുതിയില്ലേ? 5-6 അധ്യായമൊക്കെയാണ് പിന്നെ സ്ഥലമില്ലെന്ന് വയ്ക്കാം. ഈ 22-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴെങ്കിലും പറയാൻ മേലേ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കണം. അത് മാത്രമല്ല, അവർക്ക് പറയാനായിട്ട് പാങ്ങില്ലാത്തൊരു കാലമാണത്. അമ്മയപ്പന്മാരോ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് 22-ാം അധ്യായത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എഴുതിയാൽ പോരെ. അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനി തന്നെ അതൊക്കെ പറയാമെങ്കിൽ പിന്നെ ഇതും കൂടെ പറയാൻ മേലേ. അതന്നെ ഇത് പറയാഞ്ഞത്, അതെന്താ ഇത് പറയാതിരുന്നത്? അതൊരു വലിയ ചോദ്യമല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഒബ്ജക്ഷൻ വരുമെന്നാണ് തോന്നുന്നത്. ഇത് മർത്തോമക്കാർ പലതും പറയും, ഞങ്ങൾക്കിത് ബാധകമല്ലെന്ന് പറയും. നമുക്ക് സാക്ഷാൽ സിറിയൻ ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ തന്നെ ഒന്ന് കാണിച്ചേക്കാം. നമുക്ക് സാക്ഷാൽ സിറിയൻ ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ തന്നെ ഈ ഒരു ഭാഗം കുറച്ചേ ഉള്ളൂ, അതും കാണിച്ചിട്ട് നമ്മളങ്ങ് അവസാനിപ്പിക്കാം. അതിൻ്റെ വലിയ വിശദീകരണത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഇടയിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ നമുക്ക് ആ കാര്യങ്ങളെ വിശദീകരിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഈ ബഹുമാന്യനായ പുരോഹിതൻ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. നമ്മുടെ ഭർത്താവ് കൽപ്പിച്ചരുളി ചെയ്തോ അങ്ങയുടെ ഏകജാതൻ പരിശുദ്ധ ശിഷ്യന്മാരിലോതിയതായ ദൈവിക ശ്വാസം ഇവന് നൽകണമേ. വിശുദ്ധ സ്വീകരണത്തിന് ഇവനെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകലാവശിഷ്ടത്തെയും ഈ നിന്റെ പൈതലിന്റെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് ഇവനെ യോഗ്യനാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവം രക്ഷകനുമായ യേശുമിശിഹ എന്ന നിന്റെ ഏകപുത്ര മുഖാന്തരം പാപമോചനത്തിനെ അർഹനാക്കണമേ. നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എന്നേക്ക് യോഗ്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവനായി മുദ്ര കുത്തുന്നു. സമീപിക്കരുതെന്നല്ലാതെ ദൈവത്തിന്റെ ആലയമാകുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കൊണ്ട് ഞാൻ തന്നെ ശബ്ദം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ, നീ സമാന വേഗത്തിന് ശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. എന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും എന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസമാകുന്ന പത്രോസാകുന്ന സാത്താനെയും എന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും എന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസമാകുന്ന പത്രോസാകുന്ന സാത്താനെയും എന്റെ സകല സൈന്യങ്ങൾ ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും എന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മശിഹാദം വരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി എന്നാൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളും ചേർന്ന് വിശ്വസിക്കും. മാമോദീസമെന്ന് പത്രോസാകുന്നു മശിഹാദം വരാനെ എന്നിലും പരിശുദ്ധന്മാരും ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി എന്നാൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളും ചേർന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ പുത്രസ്വീകാരത്തിന് അർഹനായി തീരുവാൻ വേണ്ടി സന്തോഷതൈലത്താൽ പത്രോസ് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. ആത്മീയ
നാശിന്താവിയ വ്യാപാരങ്ങളെ മാമോദീസാകുന്ന നിന്റെ ദാസന് നിന്റെ തിരുവിഷ്ടത്താലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലും ഈ നാശരഹിതമായ ജാതികളെ. നിങ്ങളിൽ ചിലരൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. കാത്തലിക് സൈഡിലുള്ളവരൊക്കെ അതിൻ്റെ തുടർച്ചയുണ്ട്. ഞാൻ കുറച്ച് പേർക്കൊക്കെ ലിങ്ക് അയച്ചായിരുന്നല്ലോ. നിങ്ങൾ ഈ വൈകിട്ട് ഈ മീറ്റിങ്ങിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ട് കേട്ടിട്ട് പോന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ലിങ്ക് അയച്ചത്. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് സിറിയൻ ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ, അത് യാക്കോബായക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും ഈ ക്രമങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അവരുടെ ചില ഷാഢ്യങ്ങളിലേ വ്യത്യാസമുള്ളൂ. അതായത് ഒരു കൂട്ടർ തോമസിൻ്റെ സിംഹാസനമാണെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പത്രോസിൻ്റെ സിംഹാസനമാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെയാണ് ഇവർ തങ്ങളിലുള്ള വ്യത്യാസം. ബാക്കി പല കാര്യങ്ങളിൽ ഇവർ വലിയ ചേർച്ചയുള്ള ആളുകൾ തന്നെയാണ്. കാരണം ഇവർക്ക് ഇത് ലഭിക്കപ്പെട്ടതൊക്കെ അങ്ങ് സിറിയ എന്നൊക്കെ തന്നെയാണ്. മറ്റൊരു പറയും ഞങ്ങൾക്ക് അവിടെ നിന്നല്ല പേർഷ്യ എന്നാണ് കിട്ടിയെന്നൊക്കെ പറയും. ഇനിവേ നമ്മളതിൻ്റെ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല, എവിടെന്നെങ്കിലും ആകട്ടെ. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഈ മാമോദീസയോടൊക്കെയുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് മർത്തോമക്കാർ, നവീകരണക്കാരെന്നുള്ള പേരിൽ ആ കാലത്ത്. അവരുടെയും ഈ ശുശ്രൂഷകളൊക്കെ ഏകദേശം സാമ്യം തോന്നും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല. അവിടെയും കുഞ്ഞിൻ്റെ വലത് കരത്തിൽ പിടിച്ചുകൊണ്ട് തലത്തൊട്ടപ്പൻ അല്ലെങ്കിൽ ജ്ഞാനപിതാവ് പറയുന്നു. ഇവിടെയും വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ജ്ഞാനപിതാവ് ഈ കരത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മെഷിയായെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞത് ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡവും ആത്മാവിൽ ജനിച്ചത് ആത്മാവും ആകുന്നു എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തെ മുൻനിർത്തിയാണ് പറഞ്ഞത്. ആത്മാവിൽ ജനിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ കണ്ടത്. ഒരു കുഞ്ഞിനെ ആത്മാവിൽ ജനിപ്പിച്ച് ക്രിസ്ത്യാനിയാക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ശ്രദ്ധിക്കണം, ഇപ്പോൾ ഒരു കുഞ്ഞിനെ ക്രിസ്ത്യാനിയാക്കിയതാണ്. കാരണം ആ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 7:14-15 ഒക്കെ പറഞ്ഞ് ഇവർ വീരവാദം മുഴക്കി വരുമെങ്കിലും, അതായത് വിശുദ്ധന്മാരുടെ കുഞ്ഞുങ്ങൾ അവർ അശുദ്ധരല്ല എന്നൊക്കെ വാക്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഇവർക്കുണ്ടായ കൊച്ചു തന്നെയാണ് അത്, വേറെ ആരുടെയും കൊച്ചല്ല, അവരുടെ കൊച്ചു തന്നെയാണ്. ആ കൊച്ചിനെയും കൊണ്ട് വന്നു നിന്നിട്ടാണ് ഇവർ വലിയ വായിൽ പറയുന്നത് ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മെഷിയായെ സ്വീകരിക്കുന്നു എന്ന്. അതെന്തർത്ഥത്തിലാണ്? 1 കൊരിന്ത്യർ 7:14-15 ലൈവായിട്ട് നിൽക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരല്ലേ, അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് അവർ അസൽ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനി കൊച്ചാ പറയുന്നത്, അല്ലെ കൊച്ചിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മെഷിയായെ സ്വീകരിക്കുന്നു എന്ന്. അപ്പോൾ കുഞ്ഞിന് വിശ്വസിക്കാൻ പ്രാപ്തി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? വിശ്വസിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ ഈ അച്ചായി പറയണോ അത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റു പറയണോ? അല്ലേ? അതിനകത്തൊക്കെ വൈരുദ്ധ്യം തോന്നുന്നില്ലേ കാണുമ്പോൾ? ഇതിനകത്തൊക്കെ നിന്ന് പറയേണ്ട കാര്യമുണ്ട് സഹോദരങ്ങളെ. ഞങ്ങൾ 1-2 വീഡിയോ കൂടെ സജ്ജമാക്കി വെച്ചിരിക്കുകയായിരുന്നു നിങ്ങളെ കാണിക്കാനും ചില കീ പോയിൻറ്റ്സിലേക്കൊക്കെ വരുവാൻ വേണ്ടി. പക്ഷേ സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് അധികം കടക്കുന്നില്ല. അത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ആ കാര്യത്തിലേക്ക് കടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 3 നൂറ്റാണ്ടിന് ശേഷം നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. ഇതിനൊന്നും വചനത്തിൻ്റെ പിന്തുണയോ പിൻബലമോ ഇല്ല. നിങ്ങൾക്ക് ആകെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. പിന്നെ പിതാക്കന്മാരെന്ന് പറയുന്നൊരു കാര്യം, അത് നിങ്ങളുടെ കുത്തകയാണല്ലോ പിതാക്കന്മാർ. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കുറേ പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് പറയാനുണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് കടന്നു പോകാം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അച്ഛൻ നമ്മുടെ കമൻസി വന്ന് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളൊരു വേദവിപരീതി ആകാതെ, ഒരു പാഷാണ്ടി ആകാതെ, നിങ്ങൾ വചനം പഠിച്ച് മര്യാദയ്ക്ക് നല്ല നിലയിൽ ഒരു ഓർത്തഡോക്സുകാരനാകാൻ ഉത്സാഹിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നത്, ഒരു ഓർത്തഡോക്സുകാരനാകാൻ. അപ്പോൾ ഈ പറഞ്ഞ പാരമ്പര്യത്തിലൊക്കെ ജീവിച്ച കാലത്ത് ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് തമ്പുരാനും എനിക്കും അറിയാം, അല്ല എന്നെ അറിയാവുന്നവർക്കും അറിയാം. അതേസമയം ഞാൻ ഒരു മാനസാന്തരാനുഭവത്തിലേക്ക് വന്ന് വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഒരു ഹോളി ലൈഫിന് വാഞ്ചയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് ഈ ഭൂമിയിൽ അന്യനും പരദേശിയും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ എങ്ങനെയാണ് ഒരു വേദവിപരീതി എന്ന് വിളിക്കാനായിട്ട് അങ്ങേക്ക് തോന്നുന്നത്? ഞാൻ ഈ സർക്കസ് കാണിക്കില്ല. ഞാൻ എന്നെ കൊന്നാൽ ഇങ്ങനത്തെ കാര്യം ചെയ്യില്ല. കാരണം ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനുള്ള പ്രാപ്തി കർത്താവ് തന്നിട്ടുണ്ടെന്നേ. ആ പ്രാപ്തിയിൽ നമ്മൾ അടുത്ത ദിവസം അതിനെക്കുറിച്ച് വിശദീകരിക്കും.
ഞങ്ങളൊരു വാതിൽ കാണിച്ചില്ലേ? ആ വാതിൽ സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്തായിരിക്കുന്നത്, കിഴക്ക് വശത്ത്. അതിലൂടെ അല്ലാതെ അകത്തേക്ക് ഒരു മനുഷ്യന് പ്രവേശനമില്ല. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന തേജോമയനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പാപിയായ മനുഷ്യന് പ്രവേശിക്കുവാൻ ഒരേ ഒരു വാതിൽ, അത് കിഴക്ക് വശത്തായിരിക്കുന്നത്. ഇതേ കിഴക്ക് വശം ബൈബിളിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 24-ാം വാക്യത്തിൽ പൂർവ്വപിതാവായ ആദമും ഹവ്വയും കൂടെ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരുന്നത് അതിൻ്റെ കിഴക്ക് വശത്തുകൂടെയാണ്. അവിടെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കിരൂബുകൾ നിൽക്കുകയാണ്. ദൈവം നിശ്ചയിച്ച സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കാലത്തിൻ്റെതായ ഒരു തികവിൽ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കാൻ ആരംഭിച്ച ഒരു സമയം, അതാണ് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു കൂടാരം ചമയ്ക്കാൻ പറയുന്നത്. അങ്ങനെയാണ് തിരുനിവാസത്തിൻ്റെ പണിയിലേക്ക് മോശ വരുന്നതും. അതിൻ്റെ കാര്യങ്ങളൊക്കെ മോശയോട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് പറഞ്ഞത്, വാതിൽ കിഴക്ക് വശത്തായിരിക്കണം. അപ്പോൾ ആ കിഴക്കും ഉൽപ്പത്തി പുസ്തകത്തിലെ കിഴക്കും തമ്മിൽ കൂട്ടിവെക്കും. അന്ന് നമ്രശിരസ്കനായിട്ട് മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ്. അവിടെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകൾ നിൽക്കുകയാണ്, വാളുമായിട്ട് നിൽക്കുകയാണ്. അതായത് എന്താ കെരൂബ് വിളിച്ചു പറയുന്നത്? വലിയവനായ ദൈവം പരമപരിശുദ്ധനാണെന്നുള്ളതാണ് വിളിച്ചു പറയുന്നത്. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെയാണ് അത് വിളിച്ചു പറയുന്നത്. അത് അടുക്കരുത്, ദൈവത്തോട് അടുക്കരുത്. അടുക്കണമെങ്കിൽ അതിന് കണ്ടീഷനും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ ഈ പ്രാകാരവാതിൽ കടന്ന് മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് തിരശ്ശീലയിലും, ഇവിടെ ഈ പ്രാകാരവാതിലും കൂടാരവാതിലും ഒക്കെ കടന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ തിരശ്ശീലയിൽ കെരൂബുകളെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ മൂടുശീലകളുണ്ട്, 4 മൂടുശീലകളുണ്ട്. അതിൻ്റെ ഏറ്റവും അകത്തെ മൂടുശീലയിൽ കെരൂബുകളെ എംബ്രോയിഡറി ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് വരുന്നൊരു പുരോഹിതൻ കെരൂബുകളെ കാണുകയാണ്. അവിടെ വലിയ ആത്മീയ സത്യങ്ങളാണ്, വലിയ കാര്യങ്ങളാണ് നമുക്ക് വിശദമാക്കാനുള്ളത്. വലിയ കാര്യങ്ങളാണ്, കൊച്ചു കാര്യങ്ങളൊന്നുമല്ല. ഈ കാര്യത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലേക്ക് വരുന്നത്. ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് പറഞ്ഞു വരുമ്പോൾ ആ ക്രൂശുമരണത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ ക്രൂശുമരണം വിശ്വസിച്ചത് ഏറ്റെടുക്കുന്ന ഒരുവന് പാപക്ഷമ ലഭിക്കുമെന്നും ആ വ്യക്തിക്ക് ദൈവരാജ്യ സംബന്ധിയായി മുന്നോട്ട് മുന്നേറാനുള്ള സാഹചര്യം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനെല്ലാം വിശ്വാസം കൂടിയേ തീരൂ. വിശ്വാസം കൂടാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വിശ്വാസം എങ്ങനെയാണ് അങ്കുരിക്കുന്നത്? വിശ്വാസം കേൾവിയാലാണ്. അച്ഛൻ നേരത്തെ ഒരു ഒബ്ജക്ഷൻ വെച്ചിട്ടുണ്ട്, ചെവി കേൾക്കില്ലാത്തവൻ എന്ത് ചെയ്യുമെന്ന്. അതിനൊക്കെ ഞങ്ങൾ അന്ന് കൃത്യം മറുപടി തന്നിട്ടുണ്ട്. ചെവി കേൾക്കാത്തവർക്കും കണ്ണ് കാണാത്തവർക്കും ഒക്കെയുള്ള മറുപടി അന്ന് തന്നിട്ടുണ്ട്. വളരെ അസന്നിഗ്ധമായി ഞങ്ങൾ പറയുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 4:15 അവിടെ പറയാണ്, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷ നിമിത്തം ജനിപ്പിച്ചത്. സുവിശേഷ നിമിത്തമാണ് ഒരുവന് വീണ്ടും ജനിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ അച്ഛന്മാരോ കോറപ്പിസ്കോപ്പമാരോ അല്ലെങ്കിൽ റീസ് കശീശമാരോ, പിന്നെ എന്താ റമ്പാച്ചന്മാരോ മെത്രാച്ചന്മാരോ, പിന്നെ എന്താ പിന്നെ കാതോലിക്കിയോ പാത്രിയർക്കീസോ പോപ്പോ, ഇവരൊക്കെ വിചാരിച്ചാൽ ഒരാളെ വീണ്ടും ജനിപ്പിക്കാൻ പറ്റില്ല. വീണ്ടും ജനിക്കുന്നത് സുവിശേഷത്താലാണ്. സുവിശേഷം വഴിയല്ലാതെ ഒരുവന് വീണ്ടും ജനിക്കാൻ കഴിയില്ല. ആ സത്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ തുടർച്ച ഞങ്ങൾ അടുത്ത ദിവസം പറയും. അപ്പോൾ ഇപ്പോൾ കണ്ട വീഡിയോയിലെ കാഴ്ചകളൊക്കെ ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. കഠിനമായ ശിക്ഷാവിധിയാണ് കാത്തിരിക്കുന്നത്. അത് വളരെ സ്നേഹബുദ്ധിയാണ് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്. മാനസാന്തരത്തിന് ദൈവം അവസരങ്ങളെ നൽകുകയാണ്. മാനസാന്തരത്തിന് ദൈവം അവസരങ്ങളെ നൽകുകയാണ്. സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളുടെ ആഴങ്ങൾ വെളിപ്പെടുത്തി തരും. അത് ഏതൊരു വ്യക്തിക്കും വെളിപ്പെടുത്തി തരുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്വേഷണാത്മകത വേണം. സത്യാന്വേഷിയായിരിക്കണം. സത്യാന്വേഷിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരും. ഇപ്പോൾ കണ്ട വീഡിയോയിലെ കാര്യങ്ങളും വചനവുമായിട്ടൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. സമയം പോയതുകൊണ്ടാണ് അതിലെ എല്ലാ കീ പോയിന്റ്സിലേക്ക് ഞാൻ കടക്കാത്തത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തു വെച്ചിട്ട് നോക്കും, കൃത്യമായി നോക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കരുതെന്ന് വാക്യമുണ്ടോ? മുതിർന്നവർക്കാണ് മാമോദീസ കൊടുക്കേണ്ടതെന്ന് വാക്യമുണ്ടോ? കുഞ്ഞുങ്ങൾക്കുള്ള ഈ അനുഗ്രഹങ്ങൾ എന്തിനാ തടയുന്നത് പാസ്റ്റർ ജി എന്നുള്ള ചോദ്യം, അതിൻ്റെ ആൻസർ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. ഇങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ വളരെ സ്പഷ്ടമായിട്ട് ഒരു തർക്കത്തിനോ സന്ദേഹത്തിനോ സാധ്യതയില്ലാതെ വണ്ണം ഒരുവൻ എങ്ങനെ വീണ്ടും ജനിക്കാമെന്നും എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാമെന്നും വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അത് പറയും. അത് കേൾക്കാൻ ചെവിയുള്ളവർക്ക് കേൾക്കാം, ഉൾക്കൊള്ളാൻ അത് കേൾക്കാൻ ചെവിയുള്ളവർക്ക് കേൾക്കാം, ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റെടുക്കാം.
അങ്ങനെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആവലോടെ കാത്തിരുന്ന് വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവർക്കും സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.